നന്നായി ഒരു ദിവസം 20 മിനിറ്റ് ബൈബിൾ വായിച്ചേ. ഒരു സംശയം വേണ്ട, നിങ്ങൾ ഏത് പ്രയാസത്തിലും തമ്പുരാൻ നിങ്ങളെ പിടിച്ചു നിർത്തും. മുടങ്ങാതെ രാവിലെ പള്ളിയിൽ വന്നേ. ഞാൻ എല്ലായിടവും കാലം ചെയ്ത് ഔഗൻ ബാവയുടെ കൊട്ടേഷൻ പറയാറുണ്ട്, ആവർത്തിക്കുകയാണ്. മക്കളെ, പള്ളിയിലെ പണമെടുത്ത് വീട്ടിലെ പണത്തിൻ്റെ കൂടെ ഇട്ടാൽ വീട്ടിലെ പണം വെന്തുപോകും. പള്ളിയിലെ സമയമെടുത്ത് വീട്ടിലെ സമയത്തിൻ്റെ കൂടെ ഇട്ടാൽ വീട്ടിലെ സമയം വെന്തുപോകും. കൗമ തെറ്റിച്ചാൽ പിശാച് ചുറ്റിക്കും. എനിക്ക് മുമ്പേ ആരും പള്ളിയിൽ വരരുത്, എന്നെ ആരും ശ്രദ്ധിക്കരുത്. എനിക്ക് മുമ്പേ ആരും പള്ളിയിൽ വരരുത്, എന്നെ ആരും ശ്രദ്ധിക്കരുത്. ഇന്ന് പള്ളി പലപ്പോഴും, എല്ലാവരുടെയും കാര്യമല്ല, ഇന്ന് പലപ്പോഴും പള്ളിയും സാഹചര്യങ്ങളും മാക്സിമം പ്രശസ്തരാക്കാനാണ് പലരും ശ്രമിക്കുക. അതൊക്കെ നാളെ തിരിച്ചറിയും. അത് തിരിച്ചറിയുമ്പോഴേക്കും നമ്മുടെ സമയം കഴിഞ്ഞിരിക്കും. അതുകൊണ്ടാണ് ശീമോനോട് യേശുക്രിസ്തു പറഞ്ഞത്, ബറിയോന ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. അതിൻ്റെ അവസാനം യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ അവസാന അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നൊരു വരിയുണ്ട്, നീ യുവാവായിരുന്നപ്പോൾ അരക്കെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. മനസ്സിലായില്ലേ? നീ യുവാവായിരുന്നപ്പോൾ അരക്കെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. നീ വയസ്സനായ ശേഷം നീ കൈനീട്ടുകയും നിന്റെ അര മറ്റുള്ള ഒരാൾ കെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്തടത്തേക്ക് പോകേണ്ടി വരും. നിന്റെ അര മറ്റുള്ള ഒരാൾ കെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്തടത്തേക്ക് പോകേണ്ടി വരും. സമയ ചുരുക്കം കൊണ്ട് എൻ്റെ വാക്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. ചെറിയൊരു വാക്യം, റോമാലേഖനം 12:5. ചെറിയൊരു വാക്യമാണ്, അത്യാവശ്യം പോയിന്റ് മാത്രം കുറിച്ചെടുത്താൽ മതി. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. നിങ്ങളുടെ ഈ കോൺസെൻട്രേഷൻ കളയാതിരുന്നാൽ മാത്രമേ. ആരെയും ഞാൻ ഉറക്കത്തുമില്ല, സമയത്തിനുള്ളിൽ നിർത്തുകയും ചെയ്യാം. റോമാലേഖനം 12:5. പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും. പാട്ടുപാടുന്ന മക്കളുമാരെൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ, പലരായ നാം. പറഞ്ഞേ, അയ്യോ എന്തോരം മിടുക്കം കുഞ്ഞുങ്ങൾ. പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും തമ്മിൽ അവയവങ്ങളുമാണ്. ഇത് വീട്ടിൽ പോയി ശാന്തമായിട്ട് വായിച്ച ഡയറക്റ്റായിട്ട് ഇതിൻ്റെ അർത്ഥം നമ്മുടെ മനസ്സിൽ വരും. പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും തമ്മിൽ അവയവങ്ങളുമാണ്. അങ്ങനെയെങ്കിൽ ഈ വാക്യം നമുക്ക് തരുന്ന 3 പ്രധാനപ്പെട്ട പോയിന്റ് ആദ്യം തന്നെ കുറിച്ചെടുക്കാൻ ഞാനങ്ങ് പറയാം. എന്താണ് ഈ വാക്യം നമുക്ക് തരുന്ന പ്രധാനപ്പെട്ട 3 സന്ദേശം? പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. 1, കോൾ ടു ബി യുണൈറ്റഡ്. ഒന്നാകാൻ വിളിക്കപ്പെടേണ്ട ദൈവമക്കൾ, കോൾ ടു ബി യുണൈറ്റഡ്. 2, നീഡ് ടു ബി സാങ്ക്ടിഫൈഡ്. ഒന്നാകാൻ വിശുദ്ധീകരിക്കപ്പെടേണ്ട ദൈവമക്കൾ. 3, ടേക്കൺ ടു ബി ബ്രോക്കൺ. ഒന്നാകാൻ മുറിക്കപ്പെടേണ്ട ദൈവമക്കൾ. ഒന്നാകാൻ വിളിക്കപ്പെടേണ്ട ദൈവമക്കൾ, കോൾ ടു ബി യുണൈറ്റഡ്. നീഡ് ടു ബി സാങ്ക്ടിഫൈഡ്. ഒന്നാകാൻ വിശുദ്ധീകരിക്കപ്പെടേണ്ട ദൈവമക്കൾ. 3, ടേക്കൺ ടു ബി ബ്രോക്കൺ. ഒന്നാകാൻ മുറിക്കപ്പെടേണ്ടവർ. ഇത് 3 പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ആദ്യത്തെ ആശയം, കോൾ ടു ബി യുണൈറ്റഡ്. നമ്മുടെ ദേവാലയത്തിൻ്റെ ഏറ്റവും വലിയൊരു ദൗത്യമാണ് എല്ലാവരെയും ഒന്നിപ്പിക്കുക. ഇപ്പം തന്നെ പാട്ടുകാരും ശുശ്രൂഷക്കാരും കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിക്കുന്ന നോക്കി, പലരും പല കുടുംബം, പല പഠിത്തം, പല നിറം, പല സാഹചര്യം. പക്ഷേ തിരുവചനം പറയുന്നത് എന്താ? ഈ പെരുന്നാൾ എന്തിനു വേണ്ടിയാണ്? പള്ളിയിൽ വരുന്ന എന്തിനു വേണ്ടിയാണ്? കോൾ ടു ബി യുണൈറ്റഡ്. ഒന്നാകാൻ വിളിക്കപ്പെടേണ്ടവരാണ് ദൈവമക്കളെ. നമ്മൾ ആരെയും പള്ളിയിൽ കൊണ്ടുവരാൻ സാധിച്ചില്ലേലും നമ്മുടെ പൊതുയോഗം, നമ്മുടെ സാഹചര്യം, നമ്മുടെ സംസാരം കൊണ്ട് ഒരാൾ പോലും എൻ്റെ പള്ളി വിട്ട് അകന്നു പോകരുത്. ഞാൻ ഓരോ പള്ളിയിലും ചാർജ് എടുക്കുമ്പോൾ പറയുന്നൊരു കാര്യമാണ്, ഞാൻ ഒരിക്കലും ഈ പള്ളി ഭരിക്കാൻ വന്നതല്ല, ഞാൻ ഈ പള്ളി ശുശ്രൂഷിക്കാൻ വന്നതാ. എൻ്റെ ദൈവമേ, എൻ്റെ ഈ ഇടവകയുടെ ശുശ്രൂഷ മുഖേന ഒരാൾ പള്ളിയിൽ നിന്ന് അകന്നു പോയാൽ അതിന് ഞാൻ 99 വിട്ട് കാണാതെ പോയ ഇടയൻ്റെ സ്നേഹം പോലെ അവനെ തിരഞ്ഞു പിടിച്ചില്ലെങ്കിൽ ഞാൻ അതിന് കണക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഓർക്കുക, നമ്മുടെ ഓരോരുത്തരുടെ ദൗത്യം, നമ്മുടെ ഈ ജീവിതം 2 ശോശപ്പാകളുടെ ഇടയിലുള്ള ജീവിതമാണ്. മാമോദീസായിൽ ഉയർത്തപ്പെടുന്ന ശോശപ്പ, ശവസംസ്കാരം നമ്മുടെ മുഖത്ത് മൂടും അല്ലേ? മാമോദീസായിൽ ഉയർത്തപ്പെടുന്ന ശോശപ്പ, ശവസംസ്കാരം നമ്മുടെ മുഖത്ത് മൂടും. മാമോദീസായ്ക്ക് ശോശപ്പ ആഘോഷിച്ചിട്ട് മൂറോനൊക്കെ ഒഴിച്ചിട്ട് തൈലം പൂശുമ്പോൾ പറയുന്നുണ്ട്, ദൈവ സൃഷ്ടിയെ നീ സമീപിക്കരുത്, ഇത് പിശാചിന്റെ അധിവാസ സ്ഥലമല്ല, ദൈവത്തിന്റെ ആലയമാണ്. പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ദൈവത്തെ കൊണ്ട് നിന്നെ ഞാൻ ശപഥം ചെയ്യിച്ച് കുഞ്ഞെ മുദ്ര കുത്തുമ്പോൾ ഓർക്കണം, ഇന്നു മുതൽ ഇതാ ശവസംസ്കാരത്തിന് ശോശപ്പ മൂടിയിട്ട് അവിടെയും തൈലം ഒഴിക്കും. അതുകൊണ്ടാണ് ഈ ശോശപ്പ വെറുതെ വാരി വാരി മുഖത്തുകൊണ്ട് ഇടരുത്. പണ്ടൊക്കെ എനിക്കറിയാം, അച്ഛന്മാരുടെ കൊച്ചമ്മമാർ അച്ഛനെയും കൊണ്ട് ഒരു ശോശപ്പ കുർബാന ചൊല്ലിച്ച് സൂക്ഷിച്ചു. കോട്ടയം മദ്രാസൻ ദിവാനിശ്വരിമീൻ അങ്ങനെ ചെയ്യിക്കുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്.
ഒരു കുർബാന ചൊല്ലുന്ന ശോശപ്പ മടക്കി കൊച്ചമ്മ അലുമാരിൽ വെച്ചിരിക്കുക. കാരണം അച്ഛൻ പൊതുവെ അച്ഛന്മാരായിരിക്കുമല്ലോ ആദ്യം മരിക്കുന്നത്, എല്ലാവരുടെയും കാര്യമല്ല. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് ഈ കൊച്ചമ്മയുടെ അടക്കം വരുമ്പോൾ ഈ ശോശപ്പായിട്ട് മുഖത്ത് മൂടിയാണ് തൈലമൊഴിക്കുന്നത്. അവിടെ 3 വരി പറയും: പ്രയത്നങ്ങളുള്ള വിശ്രമത്തിനും വിശുദ്ധന്മാരുള്ള സഹവാസത്തിനും യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹയുടെയും നാമത്തിൽ തൈലമൊഴിക്കുക. അപ്പോൾ ഈ 2 ശോശപ്പാകൾ തമ്മിലുള്ള മാമോദീസായിൽ ആവസിച്ച ശോശപ്പ ശവസംസ്കാരം നമ്മുടെ മുഖത്ത് മൂടുമ്പോൾ ഓർക്കണം ദൈവമക്കളെ, ഏത് പ്രായത്തിൽ ദൈവം വിളിച്ചാലും ഒരിക്കലും പേടിക്കരുത്. ഏത് പ്രായത്തിലും ദൈവം വിളിച്ചോട്ടെ. ഞാൻ തന്നെ ആലോചിക്കും, കർത്താവെ, ഭാര്യയും 2 മക്കളുമുണ്ട്, പെട്ടെന്നെങ്ങാനും മരിച്ചാൽ എൻ്റെ ഭാര്യയുടെ മക്കളുടെയൊക്കെ കാര്യം എന്താ? അങ്ങനെ ചിന്തിക്കരുത്. എൻ്റെ ഭാര്യയെ, എൻ്റെ മക്കളെ, എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കുവാൻ തമ്പുരാൻ അറിയാം. പക്ഷെ ഒറ്റ കാര്യം മാത്രം, പള്ളിയോടും ദൈവത്തോടും വൈദികരോടൊക്കെ തന്നെ നല്ല സ്നേഹബന്ധത്തിൽ. എൻ്റെ പള്ളിയെക്കുറിച്ച് നമുക്കവിടെ ഒരു പേരിനും പോകണ്ട, സ്ഥാനം ഏൽപ്പിച്ചാൽ ഏറ്റവും. പക്ഷെ ഒറ്റ കാര്യം, എനിക്ക് എൻ്റെ പള്ളിയിൽ അനേകരെ കൊണ്ടുവരണം. അതുകൊണ്ടാണ് ഇടദിവസങ്ങളിൽ കുർബാന അർപ്പിക്കുമ്പോൾ കുർബാന ക്രമത്തിൽ ഒരു വേദഭാഗമുണ്ട് എഫേസ്യ ലേഖനത്തിൽ. അതിപ്രകാരം പറയുന്നു: നിങ്ങളെ വിളിക്കപ്പെട്ട വിളിക്ക് യോഗ്യമാമണ്ണം എന്തെല്ലാം പറയുന്നത്? സകല മനോവിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടി നടപ്പിൻ. സ്നേഹത്താൽ തമ്മിൽ തമ്മിൽ സഹിക്കുന്നവരും സമാധാന ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം കാത്തുകൊള്ളുവാൻ താല്പര്യമുള്ളവരുമായിരിപ്പിൻ. നിങ്ങളുടെ വിളിയുടെ ഏകശരണത്തിൽ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്ന പ്രകാരം നിങ്ങൾ ഏക ശരീരത്തിലും ഏക ആത്മാവിലും ഇരിപ്പാനായിട്ട് തന്നെ. എന്തെന്നാൽ ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു മാമോദീസായ്മേ ഉള്ളൂ. എത്ര സുന്ദരമായ കുറേ ഉണ്ട്, നീണ്ടുകട, എല്ലാവരും പറയാൻ സമയമില്ല. അപ്പം ഇവിടെ പറയുകയാണ്, നിങ്ങളെ വിളിക്കപ്പെട്ട വിളിക്ക് യോഗ്യമാമെണ്ണം ആദ്യം സകല മനോവിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടി നടപ്പിൻ. ദൈവമക്കളെ, അനേകരെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒന്നാണ് ഈ 3 കാര്യങ്ങളാണ്: സകല മനോവിനയം, ശാന്തത, ദീർഘക്ഷമ. ഞാനും വർഗീസ് ലാലച്ചനൊക്കെ അൻലാലച്ചനൊക്കെ സെമിനാരിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്കൊരു മൽപ്പാനപ്പച്ചനുണ്ടായിരുന്നു. അച്ഛനുള്ളപ്പോഴുണ്ടോ? ഇല്ല. ആരോടും കോപിക്കുന്ന കണ്ടിട്ടില്ല, കോപിച്ച് കണ്ടിട്ടേ ഇല്ല. ഇതെങ്ങനെ സാധിക്കുമെന്നറിയാം. പക്ഷെ അതുകൊണ്ട് അപ്പച്ചൻ്റെ ക്ലാസ്സിലൊക്കെ ഞങ്ങൾ കൈകൂപ്പിയാണ് നിൽക്കുന്നത്. അതുപോലെ അനേക വൈദികരെ അറിയാം. പള്ളിയിലും ഓർക്കുക, നമ്മുടെ കണ്ണ്, നമ്മുടെ സംസാരം, നമ്മുടെ പോക്ക്, വരവ്, ഇതൊക്കെ തന്നെ അനേകരെ ക്രിസ്തുവിൽ ആകർഷിക്കും. ഇങ്ങനെ അനേകരെ ക്രിസ്തുവിൽ കൊണ്ടുവരണമെങ്കിൽ 4 പ്രധാനപ്പെട്ട ക്വാളിറ്റി ഉള്ളവർക്ക് മാത്രമേ കോൾ ടു ബി യുണൈറ്റഡ് അനേകരെ ദൈവസന്നിധിയിൽ കൊണ്ടുവരാൻ പറ്റും. അത് ഹഡ്സൺ ടൈലർ പറയുന്നുണ്ട്. 4 പ്രധാനപ്പെട്ട ആത്മീയ ഗുണങ്ങൾ ഉള്ളവർക്ക് മാത്രമേ അനേകരെ ക്രിസ്തുവിൽ ഒന്നാക്കാൻ പറ്റൂ. എന്തെല്ലാമാണെന്നറിയാമോ? 1, ട്രസ്റ്റ് ഇൻ ദി ലോർഡ്. 2, ഡിലൈറ്റ് ഇൻ ദി ലോർഡ്. എന്തൊക്കെയാ മക്കളെ? 1, ട്രസ്റ്റ് ഇൻ ദി ലോർഡ്, ദൈവാശ്രയം. 2, ഡിലൈറ്റ് ഇൻ ദി ലോർഡ്, ദൈവത്തിൽ ആനന്ദം. 3, കമ്മിറ്റ് ടു അവർ വേ ടു ദി ലോർഡ്, ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കുന്നവരായിരിക്കണം. 4, റെസ്റ്റ് ഇൻ ദി ലോർഡ്, ദൈവസന്നിധിയിൽ ഉറങ്ങുന്നവരായിരിക്കണം. അന്ത്യവിശ്രമവും ദൈവത്തിലായിരിക്കണം. അതുകൊണ്ട് കൃപ നിറഞ്ഞ മറിയാം എന്നുള്ള പ്രാർത്ഥനയിൽ 4 വരിയുണ്ടല്ലോ. അവസാനത്തെ വരിയുണ്ട്: ഞങ്ങളുടെ മരണനാഴികയിലും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചോളൂ. ഇത് ഞാനൊന്ന് വിശദീകരിക്കട്ടെ. എൻ്റെ ആദ്യത്തെ പോയിന്റ് ആയിട്ടുള്ളൂ കോൾ ടു ബി യുണൈറ്റഡ്. അനേകരെ ക്രിസ്തുവിൽ കൊണ്ടുവരണമെങ്കിൽ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് ഞാൻ. 1, ട്രസ്റ്റ് ഇൻ ദി ലോർഡ്. 2, ഡിലൈറ്റ് ഇൻ ദി ലോർഡ്. നമ്മുടെ വിവാഹ കുദാശയുടെ ആദ്യത്തെ വരി കേട്ടിട്ടുണ്ടോ? ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ ആരംഭവും ആനന്ദത്തിൻ്റെ പൂർത്തീകരണവും നിന്നോട് നീ മുഖാന്തരം ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സൗഭാഗ്യങ്ങൾക്ക് ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. ദൈവമക്കൾ, ഇത് 2 കണക്റ്റഡാ. ദൈവ ആശ്രയവും ദൈവിക സന്തോഷവും. ഈ സൗന്ദര്യം പലരും ധരിക്കുന്ന കറുപ്പും വെളുപ്പുമാണെന്ന്. അല്ല, കറുപ്പുമല്ല സൗന്ദര്യം, വെളുപ്പുമല്ല സൗന്ദര്യം. പിന്നെന്താ സൗന്ദര്യം? സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നുണ്ട്, സം ടോട്ടൽ ഓഫ് ഓൾ ബിഹേവിയർ ഈസ് ഈക്വൽ ടു പേഴ്സണാലിറ്റി. ശരീരത്തിലും മുഖത്തും മനസ്സിലുമെല്ലാം, അത് കറുപ്പാണെങ്കിലും വെളുപ്പാണെങ്കിലും എന്തു വരുമ്പോഴും ദൈവാശ്രയത്തോടും ദൈവിക സന്തോഷത്തോടും ജീവിക്കുന്നവരുടെ മുഖം കാണുമ്പോഴേ അറിയാം. ഇപ്പം ഞാൻ അതും പലരോടും പറയാറുണ്ട്. പണ്ടൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ 10, 12, 14 മക്കളുണ്ടായിരുന്നു, അല്ലേ? അതിൽ 8 പെമ്മക്കളാണ്. ഈ പെമ്മക്കളുള്ള അപ്പന്മാരെ, പണ്ടത്തെ പൂർവികരെ തിരക്കി നോക്കുകയും അവർക്കൊന്നും ഒരു ടെൻഷനും ഇല്ല. അവരുടെ മുഖത്ത് നോക്കി എന്നെ ഐശ്വര്യം. അവർക്കറിയാം എൻ്റെ പെമ്മക്കളായാലും ആൺമക്കളായാലും അവരെ ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാം. പക്ഷെ ഒരു കാര്യം അവർ ചെയ്തിരുന്നു,
കോൾ ടു ബി യുണൈറ്റഡ്. ഒരുമിച്ചിരുന്ന് വൈകിട്ട് പാട്ടുപാടി പ്രാർത്ഥിക്കും. അതുപോലെ ഓർക്കണം, നിങ്ങളുടെ കുടുംബം നശിക്കുന്നെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ പറയട്ടെ. അതിരാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് 1.5 മണിക്കൂർ മുമ്പാണ് ബ്രഹ്മമുഹൂർത്തം. നിങ്ങളുടെ ഡയറിയിൽ ഒന്നുകൂടെ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. രാവിലെ 4:30 5 മണിക്കുള്ളിൽ എഴുന്നേറ്റ് രാത്രി നമസ്കാരവും പ്രഭാതവും നടത്തി നോക്കി, ആ കുടുംബം നശിക്കില്ല. അതുകൊണ്ടാണ് പണ്ടത്തെ അപ്പച്ചന്മാർ പറയാറുണ്ട്, മക്കളെ, കാലത്ത് കിടന്നുറങ്ങുന്നവൻ്റെ നേരത്ത് ഗുണം പിടിക്കത്തില്ലെന്ന്. കേട്ടിട്ടുണ്ടോ? കാലത്ത് കിടന്നുറങ്ങുന്നവൻ്റെ നേരത്ത് ഗുണം പിടിക്കത്തില്ല. ചൈനയിലെ കൺഫ്യൂഷ്യസ് പറയുന്ന വരിയാണ്, പ്രഭാതത്തിൽ എഴുന്നേറ്റ് സത്യം കണ്ടെത്തുന്നവൻ സായാഹ്നത്തിൽ സമാധാനത്തോടെ സായുജ്യമടയും. പ്രഭാതത്തിൽ എഴുന്നേറ്റ് സത്യം കണ്ടെത്തുന്നവൻ സായാഹ്നത്തിൽ സമാധാനത്തോടെ സായുജ്യമടയും. പണ്ടത്തേക്ക് അമ്മമാർ കണ്ടിട്ടില്ലേ, നേരത്തെ കിടന്നുറങ്ങും. അതിരാവിലെ 4 മണി ആകുമ്പോഴേക്കും എഴുന്നേറ്റ് പാട്ടുപാടി പ്രാർത്ഥിച്ച് അടുക്കളയിൽ പോയി വിറകരിച്ച് ചായ ഇട്ട് സന്തോഷത്തോടെ, ഉപനിഷത്തിൽ പറയുന്നുണ്ട്, ഒരു ദൈവഭക്തൻ സൂക്ഷിക്കേണ്ട 6 കാര്യങ്ങൾ: സത്യം, കൃത്യം, വൃത്തി, അടി, നന, കുളി. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞേ മക്കളെ. സത്യം, സത്യനല്ല, സത്യം, കൃത്യം, വൃത്തി. അടിച്ച് നനച്ച് കുളിച്ച് ഹൈന്ദവ സഹോദരങ്ങൾ കണ്ടിട്ടില്ലേ, അവര് സത്യം, കൃത്യം, വൃത്തി അടിച്ച് നനച്ച് കുളിച്ച് വെള്ളമൊക്കെ കുടഞ്ഞിട്ടാണ് പൂജാമുറി കയറി പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് പണ്ടുള്ള ആൾക്കാർക്കൊക്കെ എന്നെ ആരോഗ്യമാണ്. 80-85 വയസ്സ് കഴിയാതെ ഒന്നും മുട്ടുവേദനയും കാലുവേദനയൊന്നും വരത്തില്ല. ഇപ്പം സെമിനാറിലൊക്കെ ചെന്നപ്പോഴാണ് ഞാൻ കുറച്ചുകൂടെ നിഷ്ഠയുള്ള ഷാംജി അച്ഛനൊക്കെ പണ്ട് മുതലേ ആ പരിശീലനം ആശ്രമം വഴി കിട്ടിയിരുന്നു. ഞങ്ങൾക്കൊന്നും അത്രയും ട്രെയിനിങ് കിട്ടിയില്ല. സെമിനാറിൽ ചെന്ന് ഈ വെളുപ്പിലെ 4:30 ബെല്ലടിക്കുന്ന പ്രൊഫക്റ്റിനോട് അങ്ങ് എന്നാ ദേഷ്യമാണെന്നറിയാം. ഒരിക്കലും ആരാണ്ട് ആ മണിയെടുത്തങ്ങ് മാറ്റിയെന്ന്. കാരണം നമുക്ക് അന്തരം പിടിക്കില്ല. പക്ഷെ രാത്രി നമസ്കാരം കഴിഞ്ഞ് രാവിലെ ഒരു 6:30 നമസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് സെമിനാരിൽ നിന്ന് ചാപ്പലിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി നടന്നിങ്ങോട്ട് വരുമ്പോൾ തന്നെ നമുക്കറിയാം ആ പോസിറ്റീവ് എനർജി. നമ്മുടെ കുടുംബങ്ങളെല്ലാം ഇന്ന് തകർന്നുകൊണ്ടിരിക്കുന്നതിന് മെയിൻ കാരണം പ്രിയപ്പെട്ടവരെ കർത്തൂപ്പായിട്ടുകൊണ്ട് എലിയ പ്രവാചകന്റെ ശബ്ദത്തിൽ തന്നെ ഞാൻ പറയട്ടെ, ഈ രാവിലെ പ്രാർത്ഥന മുടങ്ങിയതാണ്. നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കൂ. ഒരുപാട് ആത്മീയതയൊന്നും വേണ്ട, നടക്കത്തുമില്ല. നിങ്ങൾ ഇന്ന് മുതൽ അടുത്ത വർഷത്തെ പെരുന്നാൾ വരെ ആഴ്ചയിൽ 7 ദിവസം പറ്റിയില്ലെങ്കിലും ഒരു 4 ദിവസമെങ്കിലും ഏത് പ്രായത്തിലുള്ളൂ, ഇത് ഞാൻ പറയുമ്പോൾ ചുമ്മാതെ പറയല്ല, 66 ഫാമിലി ഞാനിത് പറഞ്ഞിട്ട് ഈ രീതിയിൽ അവർ പ്രാക്ടീസായി. അവർ വെച്ച എന്നാ സന്തോഷം. അച്ഛൻ 3 ദിവസത്തിലെ ഞങ്ങളോട് പറഞ്ഞു, ഇപ്പം ഒരു കുടുംബം 7 ദിവസവും 4:30 മുതൽ 6 മണി വരെ പാമ്പാക്കൂടെ എല്ലാം ചൊല്ലി എഴുന്നേൽക്കുന്നത്. ഇതെങ്ങനെ? തോന്നിയ സമയത്ത് കിടന്നുറങ്ങും. രാവിലെ 7:30-8 മണിക്ക് പണ്ടൊക്കെ എന്നെ ആരോഗ്യത്തിലാണ് നമ്മുടെ അമ്മമാരൊക്കെ എഴുന്നേറ്റ് വരുന്നത്. അന്തോന്യൂസ് സിനിമേന് പലപ്പോഴും ഒരമ്മയെക്കുറിച്ച് പറയുന്ന ഒരു വരി എൻ്റെ മനസ്സിലിരിപ്പുണ്ട്. ഒരു കുഞ്ഞു പറഞ്ഞതാ, എൻ്റെ അമ്മ ഉറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ അമ്മ ഉണരുന്നത് ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ അമ്മ ഒരിക്കൽ ഉറങ്ങി പിന്നീട് ഉണരുന്നത് ഞാൻ കണ്ടിട്ടില്ല. അർത്ഥം മനസ്സിലായില്ലേ? എൻ്റെ അമ്മ ഉറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല, ഞങ്ങൾ ഉറങ്ങിയ അമ്മ ഉറങ്ങൂ. എൻ്റെ അമ്മ ഉണരുന്നത് ഞാൻ കണ്ടിട്ടില്ല, ഞങ്ങൾക്ക് മുമ്പേ എൻ്റെ അമ്മ ഉണരും. എൻ്റെ അമ്മ ഒരിക്കൽ ഉറങ്ങി പിന്നീട് ഉണരുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതൊരു മരണമായിരുന്നു. അതൊരു കഷ്ടപ്പാടിൻ്റെ ത്യാഗത്തിൻ്റെ സന്ദേശം നമുക്ക് നൽകിയെങ്കിൽ ഇന്ന് മാക്സിമം സുഖിക്കുകയാണ്. എപ്പിക്യൂറിയം ഫിലോസഫി, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. മാതൃത്വം പാപമാണ്, കുടുംബം ബന്ധനമാണ്, കുഞ്ഞുങ്ങൾ ശല്യമാണെന്നുള്ള ഫിലോസഫികൾ ഒരുപാട് ത്രസിച്ച് വന്നിട്ട് 8:30 ഇന്ന് പല കുഞ്ഞുങ്ങളും രാവിലെ കാപ്പി കുടിക്കുന്നില്ല, രാവിലെ നമസ്കാരം അറിയുന്നില്ല. ഉച്ചയ്ക്ക് 2 മണിക്ക് എഴുന്നേൽക്കുന്ന കുഞ്ഞുങ്ങളാണ് 60% വീട്ടിലെ കുഞ്ഞുങ്ങളും. എവിടെയാണ് നമുക്ക് അബദ്ധം പറ്റിയിരിക്കുന്നത്? ക്രിസ്തുവിൽ അനേകരെ കൊണ്ടുവരാൻ മാതാപിതാക്കളെ നമുക്ക് തന്നിരിക്കുന്ന ദൗത്യത്തിൽ കുഞ്ഞുങ്ങളെ കൂട്ടിയിരുത്തി ദൈവാശ്രയം പഠിപ്പിക്കണം. അതുപോലെ തന്നെ ദൈവത്തിൽ ആനന്ദം കണ്ടെത്തണം. ഇപ്പോഴും എനിക്കറിയാം, ചിലർക്ക് പള്ളി എന്ന് പറഞ്ഞാൽ എന്നാ സന്തോഷമാണെന്നറിയാമോ? അടുത്തിടയ്ക്ക് ഒരു മാതാവ് പറച്ച, ഞങ്ങൾക്ക് 3 ആമ്പിള്ളാരാ, കുഞ്ഞുങ്ങൾക്ക് വലിയ ജോലിയൊന്നുമില്ല, അവർ ഫുൾ ടൈം പള്ളിയിലാണ്. അവർക്ക് പള്ളി എന്നാ സന്തോഷത്തിൽ അവർ ആ പള്ളിയിലെ അച്ഛനോടൊപ്പം തുമ്പോൺ ഭദ്രാസനത്തിൽ ഒരു കുടുംബത്തിൽ നിന്ന് പറഞ്ഞതാ. പക്ഷെ ചില പള്ളിയിലൊക്കെ അമ്മമാർ പറയുന്നത്, എൻ്റെ മക്കൾ എപ്പോഴും വൈകിട്ടങ്ങ് പള്ളിയിലാണ്, തിരക്കി നോക്കിയാൽ അറിയാം, ഒരു മൊബൈലും പോയി കുത്തിയിരുന്ന് കല്ലറ ഇരിക്കുക. അങ്ങനെ ഉപയോഗിക്കാനുള്ളതല്ല ദേവാലയം. തമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്നത് ദൈവാശ്രയത്തോടും ദൈവിക ആനന്ദത്തോടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ട്രസ്റ്റ് ഇൻ ദി ലോർഡ്, ഡിലൈറ്റ് ഇൻ ദി ലോർഡ്. 3ാമത് പറയുന്നുണ്ട് കമ്മിറ്റ് ടു അവർ വേ ടു ദി ലോർഡ്. ദൈവത്തിൻ്റെ വഴിവിട്ട് ഒരിക്കലും ഇടത്തോട്ടോ വലത്തോട്ടോ പോകരുത്. മരണം ഒരു നാൾ മുന്നിൽ വരുമ്പോൾ അന്നു കരഞ്ഞിട്ടെന്തു ഫലം. മരണം ഒരു നാൾ മുന്നിൽ വരുമ്പോൾ
അന്നു കരഞ്ഞിട്ടെന്തു ഫലം, നല്ലതു ചെയ്യുവാൻ അപ്പോൾ കൊതിച്ചാൽ ആയുസ്സു നീളില്ല, അതു സത്യം. മരണം ഒരു നാൾ മുന്നിൽ വരുമ്പോൾ അന്നു കരഞ്ഞിട്ടെന്തു ഫലം, നല്ലതു ചെയ്യുവാൻ അപ്പോൾ കൊതിച്ചാൽ ആയുസ്സു നീളില്ല, അതു സത്യം. ഇപ്പം ഒരു 60-65 വയസ്സ് കഴിഞ്ഞവരോടൊക്കെ ചോദിച്ചു നോക്കി, അച്ഛാ എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റാത്തതിലും പണം കയ്യിലില്ലാത്തതിലുമല്ല വിഷമം, എൻ്റെ പള്ളിയിൽ വന്ന് എൻ്റെ അച്ഛനെയും എൻ്റെ ത്രോണോസും എൻ്റെ പള്ളിയുടെ ധൂപവും എനിക്കൊന്ന് അനുഭവിക്കാൻ പറ്റാത്തതിലാണ് പല മാതാപിതാക്കൾക്കും വിഷമം. എൻ്റെ അമ്മയും ഇപ്പോൾ അല്പം ഒന്ന് വീണ് കിടന്നപ്പോഴാണ് അതിൻ്റെ പ്രയാസം ഞാൻ തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് കിട്ടുന്ന അവസരം ദൈവമക്കളെ അനേകരെ ക്രിസ്തുവിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം ട്രസ്റ്റ് ഇൻ ദി ലോർഡ്, ഡിലൈറ്റ് ഇൻ ദി ലോർഡ്, കമ്മിറ്റ് ടു ആർ വേ ടു ദി ലോർഡ്. പിന്നെ പറയുന്നുണ്ട് റെസ്റ്റ് ഇൻ ദി ലോർഡ്. എല്ലാ ദിവസവും പൂർവികർ പാടിയിരുന്നല്ലോ, ശാന്തതയോടു കർത്താം തിരുമുൻപിൽ ചന്തമായൊന്നുറങ്ങി, സന്തോഷമോടുണരെ ഞാൻ തിരുക്കാന്തി കണ്ടുല്ലസിപ്പാൻ, സന്തോഷമോടുണരെ ഞാൻ തിരുക്കാന്തി കണ്ടുല്ലസിപ്പാൻ. ഇന്നു പകൽ മുഴുവൻ കരുണയോടെന്നെ സൂക്ഷിച്ചവനെ, നന്ദിയോടെ തിരുനാമത്തിനു സദാ വന്ദനം ചെയ്തിടുന്നേ. പ്രിയമുള്ളവരെ, ഇന്ന് ഒരുപാട് പേരുടെ മരണം രാത്രി കിടന്നുറങ്ങുമ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നില്ല. എനിക്ക് എത്രയോ പേരെ അറിയാം. അതിൻ്റെ ഒരു കാരണം, എല്ലാവരുടെയും കാര്യമല്ല, ദൈവത്തിൽ വിശ്രാമം കണ്ടെത്തി ആ മരണം പേടിക്കണ്ട. പലരും രാത്രി കിടന്നുറങ്ങുമ്പോൾ സൂത്താറ നമസ്കാരം മുടക്കിയാ നടത്. സൂത്താറ ചൊല്ലണം. ഞങ്ങൾക്കുള്ള കർത്താവേ, ഞാനിഹ നിദ്ര ഒഴിഞ്ഞിട്ട് ഉണർവോടെ നിൻ തിരുമുൻപിൽ നിൽപ്പാൻ എനിക്ക് നീ നൽകണമേ. വീണ്ടും ഞാൻ ഉറങ്ങുന്നാകിൽ എനിക്കുള്ള എൻ്റെ ഉറക്കം കർത്താവേ നിൻ തിരുമുൻപിൽ ദോഷം കൂടാതെ. ഇത് ചൊല്ലി 4-ാം സങ്കീർത്തനം ചൊല്ലാതെ ആരും കിടന്ന് ഉറങ്ങരുത്. എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമറിയണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. എനിക്ക് സ്ട്രൈക്ക് ചെയ്ത വരി ഏതാണെന്നറിയാമോ? ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം ദൈവമേ നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ ഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഈ 4-ാം സങ്കീർത്തനം ഒരു 3 മിനിറ്റ് മൗനമായിരുന്ന് പിന്നീട് ശുദ്ധമുള്ള പിതാവേയും ചൊല്ലി. പണ്ട് അപ്പന്മാരും അമ്മമാരും പറഞ്ഞു കൊടുക്കും, മക്കളെ സ്വപ്നം കാണാതിരിക്കാൻ ചെറിയ 4 മന്ത്രം കൂടിയുണ്ട്. എന്താണെന്നറിയാമോ? ദൈവമേ, തലക്കൽ എൻ്റെ കർത്താവും, കാൽക്കൽ എൻ്റെ മാതാവും, ഇടതെൻ്റെ വിശുദ്ധന്മാരും, ചുറ്റും ശ്രോപ്പേന്മാരും കാവലായിട്ടിരിക്കണം. അതുകൊണ്ട് അങ്ങോട്ട് കടന്നാൽ ഉടനെ അങ്ങ് ഉറങ്ങും. ഇന്നാണെങ്കിലോ ആർക്കും ഉറക്കമില്ല. ഉറക്കമില്ലെന്ന് മാത്രമല്ല, ഉള്ള സ്വപ്നം മുഴുവൻ കാണുക. പാമ്പ് കൊത്താൻ വരും, ആന ഓടിക്കും, ചിലവർക്ക് പൈസ കളഞ്ഞു കിട്ടും, രാവിലെ അങ്ങ് പോവുകയും ചെയ്യും. ഇതെല്ലാം അതുകൊണ്ടാണ് മായകൾ, ദുസ്വപ്നാദികൾ ദാസന് കാണാറാകരുതേ. ദൈവസന്നിധിയിൽ ശാന്തമായി ഉറങ്ങണം. അങ്ങനെയുള്ളവരുടെ വിശ്രാമം ഇതൊക്കെ കണ്ടുപഠിക്കുന്ന മക്കളുണ്ടല്ലോ, ഇതൊക്കെ കേട്ടുപഠിക്കുന്ന മക്കളുണ്ടല്ലോ. എപ്പോഴും തലമുറയും അച്ഛൻ പറഞ്ഞതുപോലെ എലിശായ്ക്ക് കിട്ടിയ ശിഷ്യത്വത്തിൻ്റെ ആത്മീയമായ ഒരു പവർ അത് പള്ളിയിൽ വരുമ്പോഴും ഒക്കെ തന്നെ കാണിച്ചു കൊടുക്കണം. അല്ലാതെ ഈ പെരുന്നാൾ വർഷം തോറും നടത്തി കുറച്ച് ആർഭാടപരമായ കാര്യങ്ങൾ നടത്തുവാനല്ല. അതുകൊണ്ടാണ് നോക്കി ആ പഴയ ആർഭാടത്തിൻ്റെ സിസ്റ്റം മുഴുവൻ മാറിയില്ലേ. മാറിയിട്ട് നമ്മളെല്ലാം ശാന്തമായിട്ട് ജീവിക്കുവാനും കഴിക്കുവാനും പെരുന്നാൾ നടത്തുവാനും പള്ളിയിൽ വന്ന് മര്യാദയ്ക്കിരിക്കാനും നമ്മൾ പഠിച്ചില്ലേ. ഇനി ഒരുപാട് തമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുന്നതിന് മുമ്പിട്ട് കൃത്യമായിട്ടും ദൈവമുമ്പാ കർത്താവേ, എൻ്റെ പള്ളിയിലെ വരവ്, എൻ്റെ കുടുംബജീവിതം, എൻ്റെ ദൈവികമായ അനുഭവത്തിലൂടെ അനേക മക്കളെ, കൊച്ചുമക്കളെ, സമൂഹത്തെ കണ്ടുപഠിക്കുവാൻ തക്കോണം ഇടയാകണം. ഒരു ചെറിയ സംഭവം കൂടെ അതിനകത്ത് ചേർത്ത് ഞാൻ പറയുകയാണ്. ഞാൻ തലൂർ വലിയ പള്ളിയിലെ അംഗമാണ്. എൻ്റെ വലിയ പള്ളിയിൽ എൻ്റെ കുടുംബത്തിൽ തന്നെ ഒരു അംഗമായിരുന്ന ചാണ്ടപ്പുള്ള സാർ, അദ്ദേഹം 90 വയസ്സ് വരെ ഉണ്ടായിരുന്നു. അദ്ദേഹം 55 വർഷം സൺഡേ സ്കൂളിൻ്റെ ചുമതലയിൽ 50 വർഷം പൂർത്തീകരിച്ച പരിശുദ്ധ മാത്യുസ്ലിയം ബാവ തിരുമേനിയുടെ കയ്യിൽ നിന്ന് മൊമെൻ്റോ ഒക്കെ വാങ്ങിയതാണ്. ഈ കഴിഞ്ഞ 10 വർഷം മുമ്പ് ലോകത്തോടെ യാത്ര പറഞ്ഞു. 2 ദിവസം മോർച്ചറിയിൽ മൃതശരീരം ഇരുന്നപ്പോഴും അവിടെ അക്രൈസ്തവർ ഉൾപ്പെടെ വന്ന് പറഞ്ഞ സാക്ഷ്യം എന്താണെന്നറിയാമോ? ഈ നാട്ടിൽ അനേകരെ ഈശ്വരന് കാണിച്ചു കൊടുത്ത മനുഷ്യൻ, ഈ നാട്ടിൽ അനേകരെ ദൈവത്തിന് കാണിച്ചു കൊടുത്ത മനുഷ്യൻ,
ഒരു മുസ്ലിം സഹോദരൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൈവിക സാക്ഷ്യം വഹിച്ച മനുഷ്യനെന്ന്. അത് ഓർക്കുക. കാരണം നല്ല കറുപ്പൊക്കെയാണ്. മക്കളുമാരാണ് 8 മക്കളുണ്ട്. ആ വൈകിട്ട് ആ വീടിൻ്റെ മുമ്പിൽ കൂടെ പോകുമ്പം വലിയ ട്യൂണൊന്നുമല്ല, അപ്പനും അമ്മയും മക്കളും കൂടെ 7 മണി മുതൽ 8 മണി വരെ പാട്ടുപാടി പ്രാർത്ഥിക്കുന്ന കേട്ടതാണ് ഞാൻ വൈദികനാവാനുള്ള ഒരു ഘടകം. കാരണം എന്നോട് കാണുമ്പോഴെല്ലാം പറയും, മോനെ നീ അച്ഛനാവണം. ബൈബിളൊക്കെ പഴമ മദ്ബഹയിൽ നിന്ന് വായിക്കുമ്പം എനിക്ക് അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ തിരുത്തി തരും എവിടെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ എത്രയോ പേരെയും ദൈവത്തിന് കാണിച്ചു കൊടുത്ത ധാരാളം പേർ ഈ ഭൂമിയിലുണ്ട്, ഈ ശ്മശാനത്തിലുണ്ട്. അതുകൊണ്ടാണ് എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം പറയുന്നത്, മനുഷ്യപുത്ര ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കുമോ? നമ്മൾ അങ്ങനെ ഒരു നല്ല പാത കാണിച്ചു കൊടുത്തിട്ട് ഈ ലോകം വിട്ട് പോയാലുണ്ടല്ലോ, നമ്മുടെ മക്കൾ, നമ്മുടെ തലമുറ ഇരട്ടി ആത്മാവിൻ്റെ ശക്തിയോടുകൂടി ഈ ലോകത്തിന് സാക്ഷ്യമായി മാറും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും തമ്മിൽ അവയവങ്ങളുമായി തീരുവാൻ ആദ്യം നമ്മൾ സൂക്ഷിക്കേണ്ട ദൈവിക സന്ദേശമാണ്. ഓർമ്മയുണ്ടോ മക്കളെ? ഒന്നാകാൻ വിളിക്കപ്പെടേണ്ടവർ, കോൾ ടു ബി യുണൈറ്റഡ്. ഒന്നാക്കാൻ, അനേകരെ ക്രിസ്തുവിൽ ഒന്നാക്കി തീർക്കണം. അതിനാണ് ഞാൻ 4 കാര്യങ്ങൾ പറഞ്ഞത്. ട്രസ്റ്റ് ഇൻ ദി ലോർഡ്, ഡിലൈറ്റ് ഇൻ ദി ലോർഡ്, കമ്മിറ്റ് ടു അവർ വേ ടു ദി ലോർഡ്, റെസ്റ്റ് ഇൻ ദി ലോർഡ്. അപ്രകാരം ഞാൻ ആദ്യത്തെ പോയിന്റ് അവസാനിപ്പിക്കട്ടെ. രണ്ടാമത്തെ ആശയം, 1 കോൾ ടു ബി യുണൈറ്റഡ്, 2 നീഡ് ടു ബി സാങ്ക്ടിഫൈഡ്. ഒന്നാകാൻ വിശുദ്ധീകരിക്കപ്പെടണം. തിരുവചനം പറയുന്നുണ്ട്, ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പാൻ സാധ്യമല്ല. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പാൻ സാധ്യമല്ല. അതിന് ഞാൻ അതും ആവർത്തിച്ച് എല്ലാ പ്രസംഗത്തിലും പറയുന്നത്. കാരണം സഭയുടെ കാതലായ വരി അതാ. ഇപ്പം നമ്മുടെ വലിയ നോയമ്പ് ആരംഭിക്കുക അല്ലേ? വലിയ നോയമ്പിൽ നിങ്ങൾ അച്ഛന്മാരുടെ കയ്യിലിരിക്കുന്ന സദറ പുസ്തകത്തിൽ ഒരു 5 വരി 19 ഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ അടുത്തിടയ്ക്കാണ് ഇത് അണ്ടർലൈൻ ചെയ്ത് പഠിച്ചത്. ദൈവമേ, എന്തിനാണ് ഈ 5 വരി 19 ഭാഗത്ത് എഴുതി വെച്ചത്? അത് ഇപ്രകാരമാണ് വരി. 1, ന്യായരഹിതമായത് നോക്കാതിരിക്കാൻ പരിപാകതയുള്ള കണ്ണ്. 2, ദൈവവിളി അനുസരിക്കുന്ന കാത്. 3, സുഗന്ധവാസന ശ്വസിക്കുന്ന ക്രാണം. 4, ദാനധർമ്മങ്ങൾക്കായി നീട്ടിയിരിക്കുന്ന കയ്യ്. 5, സ്തോത്രങ്ങൾ ആസ്വദിക്കുന്ന വായ. എൻ്റെ പ്രസംഗത്തിൻ്റെ ഈ 5 വരി തന്നെ ഒരു പ്രസംഗമാക്കാം. ഞാൻ ഒന്ന് അക്കമിട്ടൊന്ന് പഠിപ്പിക്കട്ടെ. 1, ദൈവമേ, ന്യായരഹിതമായത് നോക്കാതിരിക്കാൻ പരിപാകതയുള്ള കണ്ണ്. അതാണ് പാമ്പാക്കോട് നമസ്കാരത്തിൽ പാടുന്നത്. ഒളിവായി നോക്കിയിടാതെൻ്റെ കണ്ണുകളെ നീ കാക്കണമേ, വഞ്ചന കേൾക്കാതടിയൻ്റെ കാതുകളെയും കാക്കണമേ. നമ്മുടെ പലരുടെ നോമ്പിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടാ രസം. പലരും ധരിച്ചിരിക്കുന്നത് ഉച്ചവരെ 3 ഇഡ്ഡലി കഴിക്കാതിരിക്കുക, ഉച്ചയ്ക്ക് വന്നത് 5 ആക്കി വളിച്ച സാമ്പാറും കൂട്ടി കഴിക്കുക. ഇതിൻ്റെ പേര് നോമ്പെന്നല്ല, ഇതിൻ്റെ പേരാണ് പട്ടിണി. ഇത് ഭിക്ഷക്കാരെടുക്കുന്നുണ്ട്, നിയമസഭയിലും എടുക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ആഹാരം കഴിക്കാതിരിക്കുന്നതിൽ നിന്ന് ആരും ധരിച്ചു കളയരുത്. ഉപവാസം, ദ ഫാസ്റ്റിംഗ് ഈസ് ദി ഫീസ്റ്റ് ഓഫ് ദി സോൾ. ശരീരത്തിൻ്റെ ഉത്സവമാണ് നോമ്പും ഉപവാസം. പരിശുദ്ധ ദിദിമോസ് ബാവ തിരുമേനി എവിടെയും പറയുന്നൊരു വരിയുണ്ട്, കുഞ്ഞുങ്ങളെ പ്രാർത്ഥന ദൈവത്തോടെ നടന്നെടുക്കുമ്പം ഉപവാസവും നോമ്പും ദൈവത്തോടെ പറന്നെടുക്കും. അർത്ഥം മനസ്സിലായോ? പ്രാർത്ഥന ദൈവത്തോടെ നടന്നെടുക്കുമ്പം ഉപവാസവും നോമ്പും ദൈവത്തോടെ പറന്നെടുക്കും. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ഇനിയിപ്പം 2-3 ദിവസം കഴിഞ്ഞ് വലിയ നോയമ്പ് ആരംഭിക്കുക. മറക്കരുത്, എങ്ങനെയാണ് നോയമ്പെടുക്കേണ്ടത്? 1, ന്യായരഹിതമായത് നോക്കാതിരിക്കാൻ പരിപാകതയുള്ള കണ്ണ്. 2, ദൈവവിളി അനുസരിക്കുന്ന കാത്. ബാബുപോൾ സാറ് ഒരിക്കൽ കൈരളി ചാനലിൽ പറഞ്ഞൊരു ഇൻ്റർവ്യൂ, എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന പലരും അത് കേട്ട് കാണും. അദ്ദേഹം പറയുമായിരുന്നു, ഞാൻ വലിയ നോയമ്പ് നന്നായിട്ടാണ് എടുക്കുന്നത്. അടുത്തിടയ്ക്ക് ആ ലോകത്തോട് അദ്ദേഹം യാത്ര പറഞ്ഞത്. ഏത് വൈദികനെ കണ്ടാലും കൈമുത്തി മാത്രമേ സംസാരിക്കത്തുള്ളൂ. അദ്ദേഹം പറയുക, വലിയ നോയമ്പിൽ ഞാൻ ശരിക്കും നോമ്പെടുക്കും. ആ നോമ്പിൻ്റെ ദിവസങ്ങളിൽ കുർബാനയ്ക്ക് പോയി നിൽക്കുമ്പം എൻ്റെ ചെവിയുടെ പുറവശത്ത് ആരോ വന്ന് തട്ടാറുണ്ട്. ഞാൻ ആദ്യം എനിക്ക് മനസ്സിലായില്ല, പിന്നീട് എനിക്ക് തിരിച്ചറിഞ്ഞു അത് പരിശുദ്ധ റൂഹായാണെന്ന്. അതുകൊണ്ട് ഈ വലിയ നോയമ്പിൽ അദ്ദേഹം വെറുതെ അത് പറയേണ്ട കാര്യം, അത്രമാത്രം വേദശാസ്ത്രവും ദൈവികമായി ജീവിച്ച ഒരു വ്യക്തിയാണ്. ദൈവമക്കളെ, നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും പരിശുദ്ധ നോമ്പ് കൃത്യമായി നിങ്ങൾ എടുത്താൽ മതി. ഇപ്പോഴേ ഒരുങ്ങണം. അതിനാ ഞാൻ ഈ പഞ്ചേന്ദ്രിയങ്ങളെ കുറിച്ച് പറഞ്ഞു. 1,
ന്യായരഹിതമായത് നോക്കാതിരിക്കാൻ പരിഭാഗത്തുള്ള കണ്ണ്. ആവശ്യമില്ലാത്ത ഒന്നും കാണരുത്. ഇപ്പം തന്നെ നമ്മുടെ ധാരാളം പേർ പള്ളി വരുമ്പോഴും പോകുമ്പോഴും നമുക്കെന്തു കുറവുണ്ടെങ്കിലും നമ്മളതങ്ങ് മറക്കും. നമ്മുടെ മക്കൾക്കുണ്ടെങ്കിൽ വേറെ ആർക്കെങ്കിലും, അച്ഛനോ ട്രസ്റ്റിക്കോ കമ്മിറ്റിക്കാർക്കോ അയൽവക്കക്കാർക്കോ, അത് കാണാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. തിരുക്കൂറൽ എന്ന കവിതയിൽ പറയുന്നുണ്ട്, ജ്ഞാനിയുടെ മുഖത്ത് 2 കണ്ണും അജ്ഞാനിയുടെ മുഖത്ത് 2 പുണ്ണുമാണെന്ന്. ജ്ഞാനിയുടെ മുഖത്ത് 2 കണ്ണും അജ്ഞാനിയുടെ മുഖത്ത് 2 പുണ്ണുമാണ്. ദൈവമക്കളെ, നല്ല ദൈവകുഞ്ഞുങ്ങൾ ഒന്നും ഈ കണ്ണുകൊണ്ട് ആവശ്യമില്ലാത്തത് കാണത്തില്ല, ഒന്നും കാണത്തില്ല. അതുകൊണ്ടാണ് ന്യായരഹിതമായത് നോക്കാതിരിക്കാൻ പരിഭാഗത്തുള്ള കണ്ണ്, ദൈവവിളി അനുസരിക്കുന്ന കാത്. ഈ നോമ്പിൽ നമുക്ക് ഒരുപാട് കാര്യം ദൈവം പറഞ്ഞു തരും. ഇപ്പം തന്നെ നിങ്ങൾ നോക്കിക്കൂ, ഇന്ന് വീട്ടിൽ പോയി ടൈറ്റസ് അച്ഛൻ്റെ പ്രസംഗം കേട്ടാലൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. പരിശുദ്ധാത്മാവിലൂടെ എൻ്റെ പ്രസംഗം നിങ്ങൾ കേട്ടാൽ, ഇന്ന് രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കുറച്ചെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ചിന്തിച്ചാൽ, നമുക്ക് ഞാൻ പറയാത്ത കുറേ ആശയങ്ങൾ കൂടി സർവശക്തി നമുക്ക് തരും. അതിങ്ങനെ ശബ്ദിച്ചുകൊണ്ടിരിക്കും. ഇപ്പം തന്നെ നമ്മൾ ഒരുപാട് പേര് ടെൻഷനുള്ളവരല്ലേ. ഇപ്പം കുഞ്ഞുങ്ങളുടെ പരീക്ഷയൊക്കെ വരുക. പണ്ട് പരീക്ഷയാകുമ്പം ആകെ ചെയ്യുന്നത് പള്ളി വന്ന് കുഞ്ഞുങ്ങളൊക്കെ ഹൂസോ പ്രാപിച്ചോ കുമ്പസാരിച്ചോ കുർബാന കൊള്ളും. ഇന്ന് കുർബാന കൊള്ളും, പിന്നെയും തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിക്കും. കുർബാന കൊണ്ടിട്ട് തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിക്കല്ലേ അല്ലേച്ചാ? കുർബാന കൊണ്ടാൽ പിന്നെ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിക്കണ്ട. അന്ന് കുമ്പിട്ടൂടാ, ഉപവസിച്ചുകൂടാ. പിന്നെ കുഞ്ഞുങ്ങളുടെ വിശ്വാസമല്ലേ, അങ്ങ് ചെയ്തോ, തെറ്റില്ല. പിന്നെ അതിനുശേഷം കാണാൻ 1 കെട്ട് പേന കൊണ്ടു കൊടുക്കും, പിന്നെ പെൻസില്. അടുത്തിടയ്ക്ക് ഒരു കുഞ്ഞ് ഹാൾ ടിക്കറ്റ് കൊണ്ടു തന്നു. ഇനി എന്നാ ഡെസ്കും ബെഞ്ചും കൊണ്ടുവരുന്നതെന്ന് അറിഞ്ഞുകൂടാ. കാരണം വിശ്വാസം കൂടി അങ്ങ് അന്ധവിശ്വാസമായി. കുഞ്ഞുങ്ങളെ ഒന്നും കുറ്റം പറയുകയല്ല, പക്ഷെ ശരിക്കും പറഞ്ഞാൽ കുർബാന ശരിക്കും കൊണ്ടാൽ മതി. ആ കുർബാന കൊണ്ടാൽ എന്നാ പവറാണെന്നറിയാമോ? ആ കുർബാനയിലൂടെ കിട്ടുന്ന ശക്തി എത്രയാണെന്നറിയാമോ? കുഞ്ഞുങ്ങൾക്ക് എന്നാ ദൈവിക തേജസ്സോടെ ഇങ്ങനെ വലിയൊരു ബലം തന്നെ കൊടുക്കും. ഇവിടെ അതാ, ആ ദൈവവിളിയിൽ പോയി പരീക്ഷ എഴുതാം. ആ ദൈവവിളിയിൽ മാതാപിതാക്കൾക്ക് ഭൂമി ജീവിക്കാം. വലിയ നോയമ്പിലൊക്കെ സെമിനാരിൽ വെച്ച് ധ്യാനമെടുക്കുമ്പോൾ വൈദികർ പറയും, നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രസംഗം ഈ സമയത്ത് എഴുതണം. വലിയ നോയമ്പിൽ പ്രസംഗം എഴുതി ഇഷ്ടം പോലെ സബ്ജക്റ്റ് കിട്ടും. കാരണം നമ്മൾ അറിയാത്ത അദൃശ്യമായ പവർ നമുക്ക് ദൈവം തമ്പുരാൻ നമുക്ക് തരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൈവവിളി അനുസരിക്കുന്ന കാത്. 3, സുഗന്ധവാസന ശ്വസിക്കുന്ന ക്രാണം. സുഗന്ധവാസന ശ്വസിക്കുന്ന ക്രാണം. പള്ളിയിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പം നമ്മുടെ ശരീരത്തൊരു മണം വരും. ഏത് മണം? പെട്ടെന്ന് പറഞ്ഞേ. എനിക്ക് കൊടുവള്ളപ്പള്ളിയിൽ ആ ഒരു മറുപടിയെ കിട്ടും, എനിക്കറിയാം. ഏത് മണമാണ് വരുന്നേ? കുന്തിരിക്കം. കുന്തിരിക്കത്തിൻ്റെ മണം മാത്രമാണ്, ഉടനെ അത് പോയേനെ. പരിശുദ്ധ മൂറോനാൽ അഭിഷേകം ചെയ്യപ്പെട്ട കുന്തിരിക്കത്തിൻ്റെ മണമാണ്. കാരണം ഈ പള്ളിക്ക് അകത്ത് ഒരു മൂറോൻ്റെ മണമുണ്ട്. ആ മൂറോനാൽ, അതുകൊണ്ടാണ് അമ്മമാരൊക്കെ ഇങ്ങനെ ധൂപക്കുറ്റി വീശി പോകും, ഇങ്ങനെ അങ്ങ് പിടിക്കും. അത് പിടിച്ചോ? ഞാൻ പണ്ട് ചിരിച്ചിട്ടുണ്ട് ഇത് കണ്ടിട്ട്, അറിവില്ലായ്മ ഉണ്ട്. ഇപ്പോഴെനിക്ക് മനസ്സിലായി, ആ പിടുത്തമാണ് തലമുറ വളർന്നത്. ആ പിടുത്തമാണ് തലമുറ വളർന്നത്. അന്നൊക്കെ കണ്ടിട്ടില്ലേ, കാഞ്ഞിരക്കമ്പം കുത്തിക്കൊണ്ട് അമ്മമാർ രാവിലെ വന്ന് കണ്ണുനീരൊഴുക്കി പള്ളി നിൽക്കും. അന്നൊന്നും വിഷയം വെച്ച് പ്രാർത്ഥിക്കാറില്ല, ഒരു വിഷയമില്ല. കഴുത്തിന് മഴയുള്ളവരുണ്ട്, നടുവിന് കൂവിനുള്ളവരുണ്ട്. അവരുടെ വിഷയം എന്താ? എൻ്റെ യഹോവയെ നിന്റെ തേജസ് ഒന്ന് കാണണം. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണണം. എൻ്റെ യഹോവയുടെ ആലയത്തിൽ പാർക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ മനോഹരം. പ്രത്യേകിച്ചും നമ്മുടെ പല ആൾക്കാർക്ക് എങ്ങനെ പള്ളി വരണമെന്ന് അറിഞ്ഞുകൂടാ. അത് തന്നെ ഒരു അപകടമാണ്. നോക്കിയേ, കുർബാന കൊള്ളാൻ തമ്പുരാൻ വിലക്കിയില്ലേ? ഇപ്പം ഞാൻ ചെറുതായിട്ട് കൊടുത്തു തുടങ്ങി. കൊടുക്കുമ്പോഴും ഞാൻ മാസത്തിൽ 1 കൊണ്ടാലും മതി. എങ്ങനെ കൊള്ളണം? എനിത്തിങ് പ്രസന്റ്, നീറ്റ്ലി പ്രസന്റ്. നീ കുമ്പസാരിച്ച് തന്നെ കുർബാന കൊള്ളണം. അത് ഉഴപ്പരുത്. 7 സങ്കീർത്തനം വായിക്കണം. ആർക്കെങ്കിലും ഒന്ന് കാണാൻ പറയാം, ഇപ്പോൾ ഒരു സമ്മാനം തരാം. കുർബാന കൊള്ളുന്നതിന് മുമ്പ്, സിസ്റ്ററിൻ്റെ കാര്യമല്ല, അല്ലാതെ ആരെങ്കിലും ഒന്ന് പറയാം, കുർബാന കൊള്ളുന്നതിന് മുമ്പ് 7 സങ്കീർത്തനം വായിക്കേണ്ടത് ഏതൊക്കെയാന്ന് പറയാമോ? കുഞ്ഞുങ്ങൾ പറയാമെങ്കിൽ ഞാൻ 1000 രൂപ തരാം. ഇത്രയും കുഞ്ഞുങ്ങൾ പറയാം. മക്കളെ പറയല്ലേ, എൻ്റെ പൈസ ഇല്ല. പറഞ്ഞാൽ ഞാൻ തമാശ പറഞ്ഞു. 7 സങ്കീർത്തനം വായിക്കണം. 6, 32, 38, 51, 102, 129, 142. 51-ാം സങ്കീർത്തനം 3 പ്രാവശ്യം ചൊല്ലാതെ പുരോഹിതന് പടി കയറാൻ അനുവാദമില്ല. സന്ധ്യയ്ക്ക് തുടങ്ങുമ്പം, പ്രഭാതത്തിനും, മദ്ബായുടെ പടി കയറുമ്പോഴും, തുയോബയ്ക്ക് മുമ്പും. അപ്പോൾ ഈ കുമ്പസാരം എല്ലാം ഒന്ന് നടത്തി നിങ്ങളൊന്ന് പരിശീലിച്ച് നോക്കിക്കോ. 10 പേര് കൊണ്ടാലും മതി. പണ്ടൊക്കെ എനിക്കറിയാം, തലൂ പള്ളിയിലൊക്കെ 460 വീട്ടുകാരാ. കുർബാന കൊള്ളാൻ 15 പേരെ കാണും, അല്ലെങ്കിൽ 20 പേര്. അവർ കരയുന്നത് ആ കയറ്റുവായിൽ കാണും. എന്നാ കുമ്പസാരമാണ്. ഇന്ന് നമ്മൾ ഇതങ്ങ് വളരെ ശുഷ്കിച്ചിട്ട് എങ്ങനെയെങ്കിലും വന്ന്
ഒരു നീണ്ട ക്യൂ. സന്ധ്യാനമസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞിരിക്കുമ്പോൾ 20 പേര്, അത് കണ്ടുകൊണ്ട് 10 പേര്, അത് കണ്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് 5 പേര്. ഇത് ശിക്ഷയ്ക്കും കുർബാന പടിഞ്ഞാറോട്ട് കൊണ്ടുവരുമ്പോൾ പറയുന്നുണ്ട്, ശിക്ഷയ്ക്കും പ്രതികാരം ഇപ്പോഴാണ് പറഞ്ഞത്, പണ്ട് പ്രതി പകരം തിരിച്ചടിക്കും. കർമ്മം പിഴച്ചാൽ കർമ്മിക്കുക. പ്രിയപ്പെട്ടവർ ഓർക്കണം, അത് ഷാംജി അച്ഛനായാലും അല്ലാലച്ഛനായാലും ടൈറ്റസ് അച്ഛനായാലും ആരായാലും നിങ്ങൾ വന്ന് മുട്ടുകുത്തുന്ന അച്ഛൻ്റെ മുമ്പാകെ അല്ല. അതുകൊണ്ടാണ് കറുത്തൂപ്പായിട്ടുണ്ട്. നമ്മുടെ സഭയുടെ വിശ്വാസി കൗൺസിലിങ്ങും ഇല്ല, അതറിയാമോ? നമുക്ക് കൗൺസിലിംഗ് അടുത്തിടയ്ക്കും മറ്റ് സഭകളിൽ നിന്ന് വന്നതാ. നമ്മുടെ കൗൺസിലിംഗ് കുമ്പസാരമാണ്. ആ കുമ്പസാരത്തിൽ വെള്ളിയാഴ്ച ഉപവാസമെടുത്ത് ശനിയാഴ്ച അതിനുവേണ്ടി ഒരുങ്ങി പോയി മുട്ടുകുത്തി കാര്യങ്ങളല്ല. ഇനി പലരും എന്താണ്, ഞാൻ ഈ പറഞ്ഞ പാവങ്ങളെല്ലാം അച്ഛനോട് പറഞ്ഞ നാളെ ഇനി അച്ഛൻ്റെ മുഖത്ത് എങ്ങനെ നോക്കുന്നത്? പ്രിയമുള്ളവരെ, അതാണ് ഏറ്റവും വലിയ തെറ്റായ ചിന്താഗതി. പുരോഹിതൻ നിങ്ങൾ പറയുന്ന പാപങ്ങൾ മറക്കും. അത് മറന്നില്ലെങ്കിൽ ആ പാപം കാനൂനി നിയമത്തിൽ പറയുന്നത് തിരിച്ച് അച്ഛനിലേക്ക് വരുമെന്ന്. അതുകൊണ്ട് ആരും അങ്ങനെയുള്ളൊരു വിശ്വാസത്തിൽ കുമ്പസാരിക്കണ്ട. ഞാൻ എൻ്റെ തമ്പുരാൻ്റെ സന്നിധിയിൽ മധ്യസ്ഥനായി പുരോഹിതനെ നിർത്തി ഞാൻ കണ്ണുനീരൊഴുക്കി. ആ കർത്തൂപായത്തിൽ കണ്ണുനീർ വീണാൽ അറിയില്ല. അത് ബാഷ്പീകരിച്ച് ധൂപവർഗത്തിൻ്റെ പുകയായി അത് ഉയർന്ന് വിശുദ്ധ കുർബാന നമ്മുടെ തീക്കട്ടയായ അതരങ്ങളിലേക്ക് വെക്കുമ്പോൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ, എന്ന ശക്തിയായിരിക്കും. അങ്ങനെ ഒന്ന് കുമ്പസാരിച്ച് നോക്ക്. എന്നിട്ടെന്താ, സൂത്താറ ചൊല്ലണം. രാത്രി നമസ്കാരം നടത്താതെ ആരും വരെ എത്ര പേരാണ് ഇതെല്ലാം തെറ്റിച്ച് വന്ന് കുർബാന കൊള്ളുന്നത്? രാത്രി നമസ്കാരമൊക്കെ ഒന്ന് ചൊല്ലി നോക്ക്. നമ്മുടെ രക്ഷകനാം കബറിനുയർപ്പുണ്ടിങ്ങേറ്റൊരു രാവിൽ നാം എല്ലാവരും ഉറക്കമുണർ ഒന്നായി സ്തുതി പാടിയിടേണം. ഞായർ ദിവസം അതിൽ ദൈവസുതൻ കബറിനുള്ളി നേറ്റു സ്തുതി സകലാധിപനെന്നേവം സഭയും മക്കളും ആർക്കുന്നു. അഭിവന്യ കാലം ചെയ്ത ഉസ്താദ് സിരിമേനി ഞങ്ങൾക്ക് സെമിനാരിയിൽ ഒരു ധ്യാനമെടുത്തപ്പോൾ പറഞ്ഞ സംഭവം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. മക്കളെ, ഞാൻ പണ്ടൊക്കെ കള്ളക്കുമ്പസാരം നടത്തിയ കുർബാന കൊണ്ടിട്ടുള്ളൂ. എനിക്ക് പേടിയാ. ഒരിക്കൽ പരുമലയിൽ പോയി പ്രായമുള്ളവർ അച്ഛൻ്റെ അടുത്ത് മുട്ടുകുത്തി എല്ലാം തുറന്നു പറഞ്ഞു. അന്ന് കുർബാന കൊണ്ട് പുറത്തിറങ്ങിയപ്പോൾ മുമ്പിൽ നിൽക്കുന്ന മരങ്ങൾ കത്തുന്നതായി തോന്നി, മുമ്പിൽ നിൽക്കുന്നവരെല്ലാം പ്രകാശിക്കുന്നതായി തോന്നി. നമുക്കറിയാമോ, ഈ വിശുദ്ധന്മാരുടെ എല്ലാം പടം കണ്ടിട്ടില്ലേ? അവിടെ തലയ്ക്ക് ചുറ്റും വലിയ ഓറയാണ്. തലയ്ക്ക് ചുറ്റും ആ ഓറ വിള്ളൽ വീഴുമ്പോഴാണ് രോഗിയായി മാറുന്നത്. ഏതാ? ശരീരപ്രകാരം. ഒരു കുർബാന ചൊല്ലി പുറത്തിറങ്ങുന്ന പുരോഹിതൻ ഒരു വെള്ള ഭിത്തിയോടെ ചേർന്ന് നിന്നാൽ പ്രാണി ഹീലിംഗിൽ പറയുന്നുണ്ട് തലയ്ക്ക് ചുറ്റും പ്രകാശമായിരിക്കും. അത്ര പവറാണ് ഈ കുർബാനയ്ക്ക്. അത് വൈദികൻ മാത്രമല്ല, താഴെ ഇപ്പോഴും എനിക്ക് എത്രയോ പേരെ അറിയാം. ഒരുങ്ങി ഇപ്പം നമ്മൾ ധരിക്കും പ്രായമുള്ള അമ്മമാരൊക്കെ, ഒന്നുമല്ല, ചെറുപ്പക്കാരുണ്ട്. വിദേശത്ത് ഞാൻ സ്ഥലം പറയുന്നില്ല, ഗൾഫ് രാജ്യത്തിൽ ഒരു പള്ളി, ആ പള്ളിയുടെ പേരെടുത്ത് പറയുന്നില്ല, എപ്പോഴും ഒരു 20 ചെറുപ്പക്കാർ ആ പള്ളിക്കകത്ത് കാണും. അവർ കുർബാനയ്ക്ക് വന്ന് നിൽക്കുന്നതാണ്. ഏതാ അവരുടെ പ്രായം 25-40 പ്രായമുള്ളവരാണ്. കുർബാനയ്ക്ക് വന്ന് കരയുന്നത് ചെറുപ്പക്കാർ ഞാൻ ആ പള്ളി മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് കരയുന്നത് അന്നേരം കണ്ടെങ്കിൽ കുർബാന കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിട്ട ഞാൻ അവരുടെ മുഖത്ത് എന്ന തേജസ്സ. ഇതെത്ര പേർക്കറിയാം? ദ മെഡിസിൻ ഓഫ് ഇമോർട്ടാലിറ്റി, ദ സാക്രമെന്റ് ഓഫ് സാക്രമെന്റ്. ഇത് പേര് കൊടുത്തിരിക്കുന്ന വേറെ ഒന്നിനുമില്ല. പക്ഷെ ഇതിനെ മറിച്ചിട്ടാണ് പലരും നമ്മളെ, മറ്റ മതസ്ഥർക്കൊക്കെ, ഹൈന്ദവ സഹോദരങ്ങൾക്കൊക്കെ നമ്മുടെ കുർബാന ആരാധനയൊക്കെ ഇഷ്ടമാണ് മറ്റും. പക്ഷെ നമ്മുടെ ഇടയിൽ തന്നെയുള്ള ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാത്ത കുറേ പാർട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. അവരെക്കുറിച്ച് തന്നെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അന്ത്യകാലത്ത് എൻ്റെ പേരെടുത്ത് അനേകർ വരും, അവർ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കും, നിങ്ങളോ സൂക്ഷിച്ചു കൊള്ളുവീൻ. അന്ത്യകാലത്ത് എൻ്റെ പേരെടുത്ത് അനേകർ വരും, അവർ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കും, നിങ്ങളോ സൂക്ഷിച്ചു കൊള്ളുവീൻ. പള്ളി വേണ്ട, പട്ടക്കാർ വേണ്ട, ഒന്നും വേണ്ട. എങ്ങനെങ്കിലും കൈയടിച്ച് സ്തോത്രവും ഹാലിലിയാൻ പറഞ്ഞ് അടുത്തിടയ്ക്ക് തന്നെ ഒരാൾ പറഞ്ഞു, യേശു ക്രിസ്തു ഇവിടെ തിരുവല്ല ചെങ്ങന്നൂർ ഭാഗത്തൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, പരുമല പോകാതിരിക്കാൻ ആ വിദ്വാൻ വെച്ചിരിക്കുന്നത്. എന്തോ ബോർഡെന്നറിയാമോ? യേശു ക്രിസ്തു ഏക മധ്യസ്ഥൻ. ഉടനെ അത് വായിക്കുന്നവർക്ക് എന്താ തോന്നുന്നത്? എന്തിനാ പരുമല തിരുമേനി, എന്തിനാ വൈദികര് അച്ഛൻ്റെ അടുത്ത് എന്തിനാ കുമ്പസാരിക്കുന്നത്? യേശു ക്രിസ്തു ഏക മധ്യസ്ഥൻ. ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ പിന്നെ അതിൻ്റെ താഴെ കൊടുത്തിരിക്കുക, നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ വിളിക്കൂ ബ്രദർ ചാക്കോ. യേശു ക്രിസ്തു ഏക മധ്യസ്ഥൻ. പ്രശ്നം ഉണ്ടെങ്കിൽ ആരെ വിളിക്കണം? ചാക്കോയെ വിളിക്കണം. നമ്പരും പറയാം, 94447. ബാക്കി പറയത്തില്ല, ചിലപ്പോൾ നിങ്ങൾ വിളിച്ചു കളയും. ഇതുപോലുള്ള അബദ്ധങ്ങൾ ചെന്ന് ചാടരുത്. നിങ്ങൾ നോക്കിയാൽ നമ്മുടെ സഭയുടെ സ്ട്രക്ചർ കണ്ടോ? ഷാംജി അച്ഛൻ ഇന്ന് ഇവിടുന്ന് പോയാൽ ആ അക്കൗണ്ട് അടുത്ത വികാരിക്കാ പവർ. പക്ഷെ ഇങ്ങനെയുള്ള വ്യക്തികളുടെ പവറോ?
യേശുക്രിസ്തു ഏക മധ്യസ്ഥനാണെങ്കിൽ യേശുക്രിസ്തു ആരുടെയും കയ്യിൽ നിന്ന് പണം പിരിച്ചോ? അക്കൗണ്ട് നമ്പർ കൊടുത്തോ? പിന്നെന്തിനാണ് ഈ പുരാതനമായ സഭകളെ കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ കോടികൾ വാരാനായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്? മറക്കരുത് പ്രിയമുള്ളവരെ, അബദ്ധം പറ്റരുത്. ഇനി മറ്റൊന്നും, ഈ സ്തോത്രം പറച്ചില്ല, അതാ ഇതിലെല്ലാം രസം. ഇവിടെ സ്തോത്രമില്ല, ഹാലിലിയ ഇല്ല, എപ്പോഴും സ്തോത്രം പറഞ്ഞ് എപ്പോഴും. ഞാൻ ചോദിക്കും, ഈ ഡിസോർഡറായ സ്തോത്രം പറച്ചിൽ വേണോ? അങ്ങനെ സ്തോത്രം പറയാൻ പോയാൽ ഒരു അബദ്ധം പറ്റും. പണ്ട് 2 പേര് കൊട്ടാരക്കരയിൽ നിന്ന് കോട്ടയം വരെ സ്തോത്രം പറഞ്ഞ് കണ്ണടച്ചുകൊണ്ട് വണ്ടിക്കകത്ത് കയറി. കണ്ണടച്ച് സ്തോത്രം ചെയ്ത കൂട്ടത്തിൽ ഒരാൾ ഫ്രണ്ടിൽ വരുന്നു, ഒരാൾ പുറയിൽ വരുന്നു. പുറയിൽ നിന്ന് സ്തോത്രം ചെയ്ത് മുമ്പിൽ നിന്ന് സ്തോത്രം ചെയ്ത് ടിക്കറ്റ് എടുക്കാൻ അങ്ങ് മറന്നുപോയി. അടൂർ, പന്തളം, തിരുവല്ല, ചങ്ങനാശ്ശേരി വഴി കോട്ടയം തിരുനക്കര മൈതാനം വഴി ഇറങ്ങിയപ്പം 2 പേരൂടെ ചോദിച്ചു, സഹോദര നീ ടിക്കറ്റ് എടുത്തു? ഇല്ല. ദൈവത്തിന് സ്തോത്രം. സഹോദര നീ എടുത്തു? ഞാനും എടുത്തില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവത്തിന് സ്തോത്രവും സർക്കാരിന് നഷ്ടവുമാണ്. നിനക്ക് ദൈവത്തോട് സ്തോത്രമുണ്ടെങ്കിൽ, കോട്ടയത്ത് തന്നെ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞൊരു ഓട്ടോ, അത് പത്രത്തിൽ വന്നതാണ്. അദ്ദേഹത്തിന് ഓട്ടോറിക്ഷയ്ക്കകത്ത് കിടന്ന് 1,85,000 രൂപ ഒരു സ്ത്രീ ബാങ്കിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നത് മറന്ന് എങ്ങനോ മിസ്സായി ആ ഓട്ടോയിൽ കിടന്നു. ആ ഓട്ടോയുടെ പേരും എൻ്റെ ദൈവമേ എന്ന് ഞാൻ ആ പത്രക്കട്ടിങ് വീട്ടിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ 4 ദിവസം കൊണ്ട് തിരക്കി, ഈ സ്ത്രീ എവിടെ ഉള്ളതെന്ന് അറിഞ്ഞുകൂടാ, തിരക്കി ആ വീട്ടിൽ കൊണ്ടുകൊടുത്ത പണം. ആ സ്ത്രീ കണ്ടപ്പോഴേ ഈ മനുഷ്യനെ കെട്ടിപ്പിടിച്ചിട്ട് 50,000 20,000 രൂപ എടുത്ത് കൊടുത്തു. ഇദ്ദേഹം ചെയ്തത് 950 രൂപ വണ്ടിക്കൂലി മേടിച്ചിട്ട് പട്ടിണി കിടക്കുന്ന ഈ ഓട്ടോറിക്ഷക്കാരൻ ബാക്കി പണം മൊത്തം തിരിച്ചു കൊടുത്തു. അതാണ് സ്തോത്രം, അതാണ് ആത്മീയത, അതാണ് ദൈവികത. മറ്റുള്ളവൻ്റെ വാരിക്കൂട്ടുന്നതും മറ്റുള്ളവൻ്റെ പിടിച്ചടക്കുന്നതുമല്ല ദൈവം. പ്രിയമുള്ളവരെ, അതാണ് തമ്പുരാൻ നമുക്ക് തരുന്ന വലിയൊരു ദൈവിക പ്രമാണം. ന്യായരഹിതമായതൊന്നും വേണ്ട. ദൈവവിളി കേൾക്കണം. സുഗന്ധവാസന ശ്വസിക്കുന്ന ക്രാണം, നോമ്പിൽ നിന്നുയരും വാസനയും പകരം, നോമ്പിൽ നിന്നുയരും വാസനയും പകരം, സഹജന്മാരെ കണ്ണീർ ജാഗരണം, പ്രാർത്ഥന നോമ്പെന്നിവയിൽ പാടുപെടിൻ. നോമ്പിലെ ഈ പാട്ടുകളൊക്കെ നിങ്ങൾ ഇവിടെ ഒത്തിരി നന്നായിട്ട് പാടുന്ന കൊയർ അംഗങ്ങളൊക്കെ ഇല്ലേ? സഹജന്മാരെ കണ്ണീർ ജാഗരണം, പ്രാർത്ഥന നോമ്പെന്നിവയിൽ പാടുപെടിൻ. മറ്റൊരു പാട്ടാണ്, വിജ്ഞാനി നീ മണിയുടെ നാദം കേട്ടാൽ വേഗം സന്തോഷത്താൽ പള്ളിക്കുള്ളിൽ പാഞ്ഞത്തേണം, പാവത്തെ പോൽ കൈകൾ മലർത്തി പ്രാർത്ഥിക്കണം, കണ്ണീരുപ്പും ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കും. വിജ്ഞാനി നീ മണിയുടെ നാദം കേട്ടാൽ വേഗം സന്തോഷത്താൽ പള്ളിക്കുള്ളിൽ പാഞ്ഞത്തേണം, പാവത്തെ പോൽ കൈകൾ മലർത്തി പ്രാർത്ഥിക്കണം, കണ്ണീരൊപ്പും ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കും. മറ്റൊരു പാട്ടും കൂടെ, കൽപ്പന കാപ്പാൻ അന്യോന്യം സ്നേഹിപ്പിൻ സഹജന്മാരെ, ചിലരാഹാരം കൈവെടിയും കരളിൽ പകയും സ്പർദ്ധയുമാം, ചിലർ മദ്യത്തെ ഉപേക്ഷിക്കും സോദരനെ ഒളിവിൽ കൊല്ലും. കൽപ്പന കാപ്പാൻ അന്യോന്യം സ്നേഹിപ്പിൻ സഹജന്മാരെ, ചിലരാഹാരം കൈവെടിയും കരളിൽ പകയും സ്പർദ്ധയുമാം, ചിലർ മദ്യത്തെ ഉപേക്ഷിക്കും സോദരനെ ഒളിവിൽ കൊല്ലും. ഒരല്പം വിട്ടും കൂടെ ഞാനിത് പറയാൻ കാരണം, നീഡ് ടു ബി സാങ്ക്ടിഫൈഡ്. പരിശുദ്ധ നോയമ്പ് കടന്നു വരുമ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങളെ കുറിച്ചുള്ള 5 കാര്യങ്ങൾ. 1, ന്യായരഹിതമായത് നോക്കരുത്, ദൈവവിളി കേൾക്കണം, സുഗന്ധവാസന ശ്വസിക്കുന്ന ക്രാണം. പിന്നെ പറയുന്നുണ്ട്, ദാനധർമ്മങ്ങൾക്കായി നീട്ടിയിരിക്കുന്ന കയ്യ്. മുസ്ലിം സഹോദരങ്ങളുടെ വഞ്ചിയിൽ വഞ്ചിന്ന് മാത്രം എഴുതത്തില്ല അവർ. പിന്നെ അതിൻ്റെ അടിയിലൂടെ ഒരു വരി എഴുതിയിരിക്കും, അന്നദാനം ആപത്ത് തടയും. എന്താണ് അന്നദാനം? ആപത്ത് തടയും. സാൽവേഷൻ ആർമിയുടെ ക്യാപ്റ്റൻ്റെ ഒരു കൊട്ടേഷനാണ്, സോപ്പ് സൂപ്പ് സാൽവേഷൻ. ഈ വലിയ നോയമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട് പറയുന്നത്, വിശക്കുന്നവൻ വരുമ്പം നിന്നെ ദൈവം കാക്കുമെന്ന് അവനോട് പറഞ്ഞ ആ നിന്നേക്കാൾ മുമ്പേ അവനതറിയാം. പണ്ടത്തേക്ക് അമ്മമാർ കണ്ടിട്ടില്ലേ, ഏറ്റവും വലിയൊരു സന്തോഷം എന്തുവാ? വിരുന്ന് വരുന്നതും ഇല്ലേ. അന്ന് പട്ടിണിക്കുക, വീട്ടിൽ മഴ പെയ്താൽ പുരചോരും. അന്ന് ഗസ്റ്റ് റൂം ഇല്ല, പക്ഷെ ഗസ്റ്റ് ഉണ്ട്. ഇന്ന് ഗസ്റ്റ് റൂം ഉണ്ട്, ഗസ്റ്റ് ഇല്ല. പണ്ട് ഗാർഡൻ ഇല്ല, പക്ഷെ ഗാർഡൻ്റെ അനുഭവം വീട്ടിലുണ്ട്.
ആരെങ്കിലുമൊക്കെ വീട്ടിൽ വന്നാലോ, ഇഷ്ടം പോലെ മക്കളുണ്ട്, പട്ടിണിയാണെങ്കിലും വരുന്നവരെ 2-3 ദിവസം ഇരുത്തി കിടത്തി ഉറക്കി ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് പോകുമ്പോൾ ഒരു ചോദ്യം കൂടെ ചോദിക്കും, ഇനി എന്നാണ് പറഞ്ഞേ, ഇനി എന്നാണ് വരുന്നത്? ഇന്നാണെങ്കിൽ ഒരു 2 നില 12 താക്കോല്, വാലില്ലാത്ത പട്ടിയും സ്ട്രോങ് ആയിട്ടുള്ള ഗേറ്റും ഇട്ടിട്ട് ആരെങ്കിലും വന്നു കയറിയ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എപ്പോഴാണ്? ആദ്യത്തെ വണ്ടിയുടെ സ്ഥലവും പറഞ്ഞു കൊടുക്കും. ഒരു തണുത്ത സ്ക്വാഷ് അങ്ങ് കലക്കി കൊടുത്താൽ പിന്നെ അത് കുടിച്ചാൽ പിന്നെ ഇങ്ങോട്ട് വരത്തുമില്ല. പ്രിയമുള്ളവരെ, എല്ലാം ഉണ്ടെങ്കിലും ദൈവിക സന്തോഷങ്ങൾ ദാനധർമ്മങ്ങൾക്കായി നീട്ടിയിരിക്കുന്ന കയ്യ്, ശരിക്കും പറഞ്ഞാൽ ഈ പരിശുദ്ധ നോയമ്പിൽ പണ്ടത്തെ അമ്മമാർ ചെയ്തിരുന്നത് വലിയ 2 ബിസ്ക്കറ്റ് പാട്ട കൊണ്ട് ഭവനത്തിൻ്റെ മൂലയ്ക്ക് വെക്കും. രാവിലെ ഭക്ഷണം കഴിക്കാതെ 2 കൈ കൊണ്ട് കുറേ അരി വാരി അതിലിടും. നോമ്പ് തീരുന്നതിൻ്റെ അന്ന് സ്വന്തം തലയെ ചുമ്മി പാവങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുകൊടുക്കും. അതിനുശേഷമേ നോമ്പ് വീടത്തുള്ളൂ. അതാണ് നോമ്പ്. നീ കഴിക്കാതിരിക്കുന്ന ഭക്ഷണം മറ്റൊരാൾക്ക് പ്രയോജനമായി മാറട്ടെ. അവിടെയാണ് സ്വർഗീയ. നമ്മുടെ കുഞ്ഞുങ്ങളെ ഇത് പഠിപ്പിക്കണം. പ്രിയമുള്ളൂ, വലിയ കറിയൊന്നും വേണ്ട. എലിയസ് തിരുമേനി പറയുന്ന പോലെ എങ്ങനെ ആഹാരം കൊടുക്കണം? 1 കറി കുറയരുത്, 2 കറി കൂടരുത്. ഇല്ലയോ? എന്താ? 1 കറി കുറയരുത്, 2 കറി കൂടരുത്. ഇന്നാണെങ്കിലോ ഒരു വിരുന്ന് അങ്ങോട്ട് കൊടുക്കാൻ നിന്നാൽ ഇല്ല, തല കറങ്ങിപ്പോവും. എന്തെല്ലാം ഫ്രൈ ചെയ്തും വറുത്ത് ഒറ്റ ദിവസം കൊടുക്കുന്നതോടുകൂടി മുടിയുകയും ചെയ്യും. അതിൻ്റെ പണ്ടത്തെ മാതാപിതാക്കന്മാരൊക്കെ എന്നും ആർക്കെങ്കിലുമൊക്കെ ഭക്ഷണം കൊടുക്കും. ചെറിയ മീൻ, ചെറിയ കറി, ചെറിയ ഒഴിക്കാൻ, അതെന്നെങ്കിലും ആർക്കെങ്കിലും കൊടുത്തിരിക്കും. അതുകൊണ്ടാണ് ഈ തലമുറയ്ക്ക് നല്ല അനുഗ്രഹം കിട്ടിയിരുന്നത്. ഇന്നാണെങ്കിൽ ആർക്കും കൊടുക്കുന്നില്ലെന്നില്ല, നല്ലതായി കൊടുക്കുന്ന ധാരാളം പേരുണ്ട്. അതും ഞാൻ ചേർത്ത് പറയാം. ഈ കൊറോണയും കോവിഡൊക്കെ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു, ഈ തമ്പുരാൻ തന്ന ശിക്ഷയാണ് ഒരുപാട് മോശം ആൾക്കാർ. ശരിയാ. പക്ഷേ ദൈവമക്കളെ, ഈ ബൈബിള് കയ്യിലെടുത്തുകൊണ്ട് പറയട്ടെ, നമ്മുടെ കുടുവിളപ്പള്ളിയിലും നമ്മുടെ സമൂഹത്തിലും എല്ലാ സഭയിലും എല്ലാ മതങ്ങളിലും നല്ല മനുഷ്യരുണ്ട്, ഒരു സംശയമില്ല. അവരാണ് ഈ ലോകത്തെ പിടിച്ചു നിർത്തിയിരിക്കുക. അവരാരും പുറത്തിരി പബ്ലിസിറ്റി ഉള്ളവരല്ല. ഒരുപാട് നല്ല മനുഷ്യർ ഈ മണ്ണിലുണ്ട്. ഒരുപാട് നന്മ ചെയ്യുന്നവർ എല്ലാ മതങ്ങളിലും എല്ലാ സഭകളിലുമുണ്ട്. പക്ഷെ മറിച്ചുമുണ്ട്, എന്തെല്ലാം ഉണ്ടെങ്കിലും അഹങ്കരിച്ച് ദൈവത്തെ വിളിക്കാതെ പ്രാർത്ഥിക്കാതെ, ദൈവം വേണ്ട, ആരും വേണ്ട, പാടാറില്ലേ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം അതി മലിനമായ ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം അതി മലിനമായ ഭൂമിയും. ദൈവീയ കൃപാകടാക്ഷങ്ങളെ പ്രാപിച്ചുകൊണ്ട് വിശുദ്ധിയുടെ പ്രയാണം നമ്മൾ ചെയ്യുമ്പോൾ ഓർക്കുക, ദാനധർമ്മങ്ങൾക്കായി നീട്ടിയിരിക്കുന്ന കയ്യ്. പിന്നെ പറയുന്നുണ്ട്, സ്തോത്രങ്ങൾ ആസ്വദിക്കുന്ന വായ. സ്തോത്രങ്ങൾ ആസ്വദിക്കുന്ന വായ, അതാണ് നമ്മുടെ നമസ്കാരം. പ്രിയപ്പെട്ടവരെല്ലാം ഓർക്കണം, കുടുംബങ്ങളിൽ സ്തോത്രത്തിൻ്റെ ധ്വനി ഉയരണം. നന്നായി മധ്യസ്ഥിയം ബാവ തിരുമേനി പറയുന്ന ഒരു വരി നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചൊന്ന് പറയാം. എന്നെ ഒന്ന് നോക്കിയപ്പം പെരുന്നാൾ കഴിഞ്ഞതല്ലേ ഉള്ളൂ. നന്നായി പ്രാർത്ഥിക്കുന്നവർ നന്നായി ജീവിക്കും, നന്നായി ജീവിക്കുന്നവർ നന്നായി പ്രാർത്ഥിക്കും. ഒന്ന് പറഞ്ഞേ. ഓ, എനിക്കൂടെ ഉറക്കം വരുന്നു. ഒന്നുകൂടെ പറഞ്ഞേ. നന്നായി പ്രാർത്ഥിക്കുന്നവർ നന്നായി ജീവിക്കും, നന്നായി ജീവിക്കുന്നവർ നന്നായി പ്രാർത്ഥിക്കും. അതിൻ്റെ അർത്ഥം, നിങ്ങൾ ഇപ്പം നമ്മുടെയൊക്കെ കയ്യിൽ കുടുംബാരാധന ക്രമമൊക്കെ ഉണ്ട്. പക്ഷെ സീമാ നമസ്കാരം ഞാൻ സെമിനാരിൽ ചെന്നപ്പോഴാണ് ശരിക്കും പഠിച്ചത്. ഇപ്പോൾ അടുത്തിടയ്ക്ക് യൂട്യൂബിനകത്ത് ഞാൻ ഈ പാട്ടെല്ലാം ഒന്ന് ചെയ്തിട്ടു. പറ്റുന്നവർ നമ്മുടെ കൊയറൊക്കെ ഇരുന്നിട്ട്, അച്ഛനിവിടെ സന്ധ്യാനമസ്കാരം ഇല്ലേ? അച്ഛൻ സന്ധ്യാനമസ്കാരം ഉണ്ടോ? ഉള്ള ദിവസമെങ്കിലും, പ്രത്യേകിച്ച് വ്യാഴം സന്ധ്യ, എന്നാ പാട്ടുകളാ. സ്തുതിനാദത്താൽ മോദിപ്പിക്കുന്നേ ഞാൻ നിന്നെ, എൻ പാപങ്ങളെ ഓർത്തിപ്പോൾ സങ്കടപൂർവം യാചിക്കുന്നേൻ. എന്നെ തള്ളിക്കളയരുതേ അപരാധത്തിൻ ബഹുലതയാലഴലും വ്യതയും ഞാൻ അർപ്പിക്കുന്നു മശീഹ. രാജാവേ തോന്നിയിടണമേ കരളാലിവന്മേൽ, കൃപതന്നറയിൽ ഞങ്ങളെ ഏറ്റണമേ. ചോരൻ പോൽ ചുങ്കക്കാരൻ പാപിനിയൻ നിവർ പോൽ താപം കൈക്കൊള്ളണമേ. തള്ളിയ ശീമോനെന്നോണം പോക്കുക പാപം. കരുണാനിധിയാം കർത്താവേ, പശ്ചാത്താപയുധം നിന്നെ പ്രാപിച്ചിടുമനുതാപികളിൽ പ്രിയമുള്ളോ നീ. അതിൻ്റെ തന്നെ അടുത്ത പാട്ട് വരുമ്പം, നിനവയലെന്നോണം ഞങ്ങളിൽ അലിയണമേ. വിമുഖത പാപികളാം ഇവരിൽ കാട്ടിയിടരുതേ. അൻപുടയോനെ നിൻ
വാതിലടച്ചെന്നാൽ മുട്ടി വിളിപ്പാനില്ലയോ മറ്റൊരു വാതിൽ. നമ്മളെല്ലാം ഇരുന്ന് 2 പാട്ട് പാടി വേദോസം വായിക്കുന്നവരാ. അതൊന്നും മാറിയേ. നമ്മുടെ അച്ഛന്മാരൊക്കെ ഉള്ള സന്ധ്യാനമസ്കാരം നമസ്കരിക്കണം. അത് ദേവാലയത്തിനാണെങ്കിൽ പോലും ഇപ്പം നമ്മൾ കസേര സാഹചര്യം കൊണ്ട് ഇട്ടതാണ്. ഞാൻ എൻ്റെ പള്ളിയിൽ ഫ്രണ്ടിലൊന്നും ഇപ്പം പ്രസംഗത്തിനിടും, അല്ലാതെ കുർബാനയ്ക്കൊന്നും കസേര ഇട്ടിട്ടില്ല. നിൽക്കാൻ പറഞ്ഞേക്കോ. ബെഞ്ച് ഇട്ടിട്ടുണ്ട്. കുറച്ച് പേരോട് അത്യാവശ്യമുള്ളവർ സൈഡിലിരിക്കാൻ പറഞ്ഞു. കാരണം ശുശ്രൂഷക്കാർ ചൊല്ലുന്നത് കേട്ടിട്ടില്ലേ? അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവത്തോടും കൂടെ നിന്നുകൊണ്ട്. സക്കായി നിന്നുകൊണ്ട്. പള്ളിയിൽ വന്ന് ഇപ്പം രാവിലെ തന്നെ 7 മണി മുതൽ 9:30 വരെ ഉണ്ട്. കാലുവേദന നടുവേദനയൊക്കെ എടുക്കും, ശരിയാ. പക്ഷെ ഞാൻ അടിവരയിട്ട് പറയാം, നിന്ന്. ഇപ്പം നട്ടലിന് സർജറിയോ രോഗമുള്ളവരിരുന്നോ അവരെ ഞാൻ വിട്ടല്ല പറയാം. അല്ലാതെ പറ്റുന്നവർ നിന്ന് കണ്ണുനീരൊഴുക്കി. റഷ്യൻ ഓർത്തഡോക്സ് സഭയിൽ 6 മണിക്കൂറാണ് കുർബാന നമസ്കാരം കൂടെ ചേർത്ത്. ഇപ്പം ഇവിടെ എന്തുകൊണ്ടാണ് നമുക്ക് നിൽക്കാൻ പറ്റാത്തത്? നിന്നേ ആ നട്ടലിൻ്റെ വേദന മാറും, ക്യാൻസർ മാറും, ഒരു സംശയം വേണ്ട. പക്ഷേ അതൊരു കണക്ഷൻ വേണം. പണ്ടത്തെ അച്ഛന്മാരെ കുറിച്ച് പറയുന്നത്, കുർബാന അർപ്പിക്കുന്ന വൈദികൻ ശരിക്കും കോൺസെൻട്രേഷനിൽ നിന്നാൽ കഴുത്ത് വെട്ടി മാറ്റിയാലും അറിയത്തില്ലെന്നാണ്. അത്ര പവറാണ് ഈ കുർബാനയ്ക്ക് നിൽക്കുമ്പം. പക്ഷെ നമ്മുടെ പലരും ഇപ്പോഴും അതുപോലെ വന്ന് പള്ളി നിൽക്കുന്നവരുണ്ട്. പക്ഷെ മറ്റു ചിലരെ എനിക്കറിയാം 10 മണിക്കാണ് കുർബാന തീരുന്നത്, 9:45 വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. മനസ്സിലായില്ലേ? 10 മണിക്ക് കുർബാന തീരും, 9:45 വീട്ടിൽ നിന്ന് ഇറങ്ങും. എന്നിട്ട് പറയുന്നത് രസം, ഞാൻ പള്ളിയിലോട്ടൊന്ന് കയറിയിട്ട് വരട്ടെന്ന്. പള്ളിയിലോട്ടൊന്ന് കയറിയിട്ട് വരട്ടെന്ന്. എന്തോ തമ്പര അവിടെ സുഖമില്ലാതെ നടക്കുവന്നു. ഇനി പള്ളി വന്നാലും അതിനേക്കാൾ രസം ഒരു മൊബൈലും പിടിച്ച് കറങ്ങി തുറ്റിത്തിരിഞ്ഞ് എവിടെങ്കിലുമൊക്കെ ഇതും പറിച്ച്. ഇപ്പം ഈ പണ്ട് പുരുഷന്മാരായി മൊബൈൽ എടുത്തുകൊണ്ട് ഇറങ്ങുന്നത്. ഇപ്പം അതിനേക്കാൾ കഷ്ടമാണ് സ്ത്രീകൾ. പ്രിയപ്പെട്ടവരെ, ഈ കർത്തോപ്പായിട്ടുണ്ട് ഞാൻ പറയാം, ഇന്ന് വരെ പള്ളിക്കകത്ത് വെച്ച് മൊബൈൽ ഞാൻ എടുത്തിട്ടില്ല. എടുക്കുന്ന വെച്ചാൽ അത്യാവശ്യം ചില സമയം തൊട്ട് കാണും, ഒരു കോള് വരുമ്പോഴും കാണും. അത് കുർബാനയ്ക്കോ നമസ്കാരം നല്ല ലക്ഷ ടൈമിന് ഇരുന്നാൽ പോലും ഞാനൊരു കോള് കൊടുത്ത വെളിയിലേ പോകത്തുള്ളൂ. ഇതിനകത്ത് വെച്ച് കുർബാനയ്ക്കൊക്കെ ഈ ചില മദ്ബഹ കയറുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ ശീലം തുടങ്ങിയിട്ടുണ്ട്. ഈ തുബ്ദയം വായിക്കുമ്പോൾ ഞാൻ 6 മാസം പിന്നെ അവരെ കേട്ടത്തില്ല. കാരണം ഇവിടെ സംസാരം ദൈവത്തോടെ മാത്രം. ഇത് നമ്മൾ എന്നാ പഠിക്കുന്നത്? ഒരു ബൈപ്പാസ് സർജറി നടക്കും ഫോൺ എടുക്കുമോ? ഒരു SP-യുടെ മുമ്പിൽ നിന്നാ ഫോൺ എടുക്കുമോ? ഒരു ഇന്റർവ്യൂവിന് ഫോൺ എടുക്കുമോ? അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ വലുതല്ലേ കുർബാന? രാജാക്കളെയും പ്രജയായി ഗണിക്കും രാജാവ് ഒരാളുണ്ട് അവിടത്തേക്ക് പാരിൽ. കുനിയേണ്ടി വരുന്നു മുന്നിൽ കുനിഞ്ഞവരും കുനിയിച്ചവരും. എൻ്റെ പ്രിയപ്പെട്ട ഒരു അച്ഛൻ വർഗീസ് ജോർജ് അച്ഛൻ പടിഞ്ഞാറത്തെരു 5 വർഷം മുമ്പ് ക്യാൻസർ വന്ന് മരിച്ചു. അച്ഛനെ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ പോയി കണ്ടപ്പോൾ അച്ഛൻ പറ, അച്ഛാ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ 10,000 പേര് എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ ഇന്ന് ഞാൻ തൊട്ടിട്ട് 2 മാസമായി. ഇന്ന് ഫേസ്ബുക്കിലും വാട്സപ്പിലും ആളുണ്ട്. എൻ്റെ വേദനയ്ക്ക് എൻ്റെ ഭാര്യയും മക്കളും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഓർക്കോ, ഇതെല്ലാം വലിച്ചെറിയുന്നൊരു സമയം വരും. ഇത് വേണ്ടാന്ന് പറയുന്നില്ല, മൊബൈലൊക്കെ ഏറ്റവും നല്ലൊരു സാധനമാണ്. പക്ഷെ ഓർക്കണം, എൻ്റെ ദൈവത്തോടെ സംസാരിക്കുമ്പം, എൻ്റെ പ്രാർത്ഥനയിൽ, എൻ്റെ പള്ളിയിൽ ഞാൻ മുഖേനെ ഞാൻ ഒരാളിത് എടുത്തുകൊണ്ട് ഇറങ്ങിയാൽ മതി, അനേകർ എന്നിലേക്ക് പൈശാചികമായ ക്യാരക്ടറിലേക്ക് അത് മാറും. തീരുമാനിച്ച് ഇങ്ങനെ പെരുന്നാൾ കൊച്ചു തീരുമാനം എടുക്കുക. ദൈവമേ വേണ്ടാന്ന് പറയുന്നില്ല, എടുക്കേണ്ട സമയത്ത്, ഉപയോഗിക്കേണ്ട സമയത്ത്. അപ്രകാരം ശീലിച്ചാൽ അത് അനേകരെ ക്രിസ്തുവിൽ കൊണ്ടുവരാനുള്ളൊരു മാർഗമായി മാറും. മാത്രമല്ല, പള്ളിയിലൊക്കെ വന്നിരുന്ന് ബൈബിളും പാട്ടുപുസ്തകവും കുർബാനക്രമം എടുക്കും. അതിനെ മണ്ടയ്ക്ക് ഇതും വെച്ചുകൊണ്ട് വരുന്ന എന്തിനാ? ഇതിനകത്ത് കൊണ്ട് കയറ്റരുത്. ഒന്നിൽ ബാഗിൽ വെച്ചോ, അത്യാവശ്യമെങ്കിൽ വെച്ച എത്രയോ VIP-കളെ എനിക്കറിയാം. അടുത്തിടയ്ക്ക് ഒരാൾ പറയാം, അച്ഛാ ഞാൻ ഫോൺ നമ്പർ ചോദിച്ചപ്പം എൻ്റെ കാറ് ഇട്ടിട്ട് ഞാൻ പള്ളിക്കകത്തോട് കയറത്തുള്ളൂ. വേണ്ട അച്ഛാ, ആ സമയത്തുള്ളത് വേണ്ട. ഒരുപാട് പേര് അങ്ങനെ ഉണ്ട്. പിന്നെ എമർജൻസി എന്തെങ്കിലും സീരിയസ് ആയി വീട്ടിൽ ആരെങ്കിലും കിടക്കുന്നെങ്കിൽ അത് ട്രസ്റ്റിയുടെ നമ്പർ കൂടെ, സെക്രട്ടറിയുടെ നമ്പർ കൂടെ അവർ നമ്മളെ അറിയിക്കും. അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല പ്രിയമുള്ളവരെ. കാരണം ഈ ദൈവീക ശുദ്ധീകരണം അത് തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞാൽ ദൈവിക പ്രകാശം നമ്മളിലേക്ക് വരും. ഞാൻ വാക്കുകൾ രണ്ടാമത്തെ അവസാനിപ്പിക്കട്ടെ, ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 1, കോൾ ടു ബി യുണൈറ്റഡ്, ഒന്നാകാൻ വിളിക്കപ്പെടേണ്ടവർ. 2, നീഡ് ടു ബി സാങ്ക്ടിഫൈഡ്, ഒന്നാകാൻ വിശുദ്ധീകരിക്കപ്പെടേണ്ടവർ. മൂന്നാമത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ടേക്കൺ ടു ബി ബ്രോക്കൺ, ഒന്നാകാൻ മുറിക്കപ്പെടണം. അതിന് 2 വാക്കും കൂടെ ഞാൻ പറയാം. 2 തീമോഥെയോസ് 3:12 എബ്രായർ 12:5 ഒരു വാക്യം കൂടെ. ഗിരിപ്രഭാഷണം വിശുദ്ധ മത്തായി 5:12 വാക്യം, 12 ആ ഭാഗമാണ്.
അപ്പം ആ വാക്യൊന്ന് പറയാം. ഒന്ന്, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ മനസ്സുള്ളവർക്കെല്ലാം പീഡനമുണ്ടാകും. 2 തീമോഥെയോസ് 3:12. ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ മനസ്സുള്ളവർക്കെല്ലാം പീഡനമുണ്ടാകും. എബ്രായർ 12:5. മകനെ, കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്, ദൈവം തല്ലുമ്പോൾ മുഷിയരുത്. വീണ്ടും ഗിരിപ്രഭാഷണത്തിൽ യേശുക്രിസ്തു പറഞ്ഞു, എൻ്റെ നിമിത്തം സകലരും നിങ്ങളെ ദുഷിച്ചു പറയുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. എൻ്റെ നിമിത്തം സകലരും നിങ്ങളെ ദുഷിച്ചു പറയുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയാമോ, ഞങ്ങൾ ഷമ്മാശനാകുമ്പോൾ, ഇന്ന് എൻ്റെ രണ്ടാമത്തെ പെങ്ങളുടെ മകൻ അച്ഛനായി മൈലം മർത്തോപ്പള്ളിയിലാണ്. ഞാൻ ആ പട്ടംകുടയ്ക്ക് സംബന്ധിച്ചു. ആ ചൊല്ലുകളൊക്കെ ശ്രദ്ധിക്കുകയായിരുന്നു. നമ്മുടെ സഭയിൽ വൈദികനാകുമ്പോൾ ഒരു ധൂപക്കുറ്റിയും ഷമ്മാശനാകുമ്പോൾ ഒരു മെഴുകുതിരിയാണ് കയ്യിൽ തരുന്നത്. മനസ്സിലായില്ലേ? ഇത് രണ്ടും ഉരുകുന്നതാണ്, എരിയുന്നതാണ്. ഇതാണ് വൈദികൻ. ടേക്കൺ ടു ബി ബ്രോക്കൺ. കാൽവറിയിൽ യാഗമായ യേശു ക്രിസ്തുവിനെ പോലെ ഉരുകുന്ന എരിയുന്ന തിരിയായി വൈദികൻ മാറും. അതാണ് ടേക്കൺ ടു ബി ബ്രോക്കൺ. വീണ്ടും ഞാൻ പറയുകയാണ്, ഒരു പെൻസിൽ 2 മുറിച്ചാൽ 2 ഒരു പേന മുറിച്ചാൽ 2 പാറ 10 പൊട്ടിച്ചാൽ 10. ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. ഷാംജി അച്ഛൻ 100 പീസ് കുർബാന മുറിച്ചാൽ എത്ര ആകും? പെട്ടെന്നൊന്ന് പറ. ഞാൻ പറഞ്ഞു, ഒരു പേന ഒടിച്ചാൽ 2, പെൻസിൽ ഒടിച്ചാൽ 2, പാറ പൊട്ടിച്ച് 10 ആയാൽ 10 പീസ് കാണും. പക്ഷെ കുർബാന അച്ഛൻ 100 പേർക്ക് മുറിച്ചാൽ എത്ര ആകും? എന്താ മിണ്ടുന്നില്ലയോ? 100 ആകും, പക്ഷെ 100 അല്ല, അതൊന്നാണ്. അതാണ് ഈ വാക്യം. പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരമാണ്. പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരം. Men are all equal before his eyes. The victory over self and the victory over circumstances. സ്വയത്തെയും സാഹചര്യത്തെയും ജീവിക്കുന്ന സ്വർഗീയ ചിന്ത. അതുകൊണ്ടാണ് ഈ കുർബാനയൊക്കെ കൊണ്ട് കഴിയുമ്പോഴേ എല്ലാവരും ഒന്നാ. അവിടെ പിന്നെ വലിപ്പച്ചെറുപ്പമൊന്നുമില്ല. എപ്പോഴും ഓർക്കണം, പള്ളിയിലൊക്കെ വന്ന് ആരും നമ്മുടെ പ്രൗഢിയൊന്നും കാണിക്കാൻ വരരുത്. കാരണം ഇവിടെ എല്ലാം ക്രിസ്തുവിലൊന്നാണ്. കാരണം എല്ലാവർക്കും തരുന്ന ഒരപ്പത്തിൻ്റെ അംശികളാണ്. അവിടെ ടേക്കൺ ടു, ദൈവമേ, ഞാനോ കുറയണം അവനോ വളരണം, ഞാനോ കുറയണം അവനോ വളരണം. ആരെങ്കിലും എന്ത് പേരോ എടുത്തോട്ടെ. ഞാൻ ആദ്യം ആ സംഭവം, ആ സിറ്റി പോലീസ് കമ്മീഷണർ കാര്യം പറഞ്ഞ പോലെ, ദൈവമക്കളെ, എനിക്ക് പറയാനുള്ള, ചിലരുണ്ട് പള്ളിയിലൊക്കെ വന്നിട്ട് പൊതുയോഗത്തിനൊന്നും ഇരിക്കത്തില്ല. അച്ഛാ, ഞാൻ പള്ളിക്കുള്ള നേർച്ച കൊടുക്കാം, പിരിവ് കൊടുക്കാം, കുർബാനയ്ക്ക് വരും പോവും. അത് തെറ്റല്ലേ? പിന്നെ ഈ പള്ളി ആരാ നോക്കേണ്ടത്? വിത്ത് കിളച്ചില്ലെങ്കിൽ കള കളിക്കും. എൻ്റെ പള്ളിയാണ്, എൻ്റെ പള്ളിയിൽ എല്ലാ കാര്യത്തിനും ഞാൻ കാണും. പൊതുയോഗത്തിന്, കുർബാനയ്ക്ക്, പൊതുയോഗവും വെളിയിലേക്ക് അച്ഛന്മാർ കറുത്തൂപ്പായിട്ടുണ്ടോ നടത്തുന്നത്. ഈ പള്ളിയിൽ നമ്മൾ പറയാനുള്ള പറഞ്ഞേ, പക്ഷെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും പറഞ്ഞാൽ മതി. നമ്മുടെ വീട്ടിലൊരു കാര്യം നമ്മൾ മാറില്ല. പൊതുയോഗത്തിൽ വരണം, കുർബാനയ്ക്ക് വരണം. അതെല്ലാം ദൈവികമാണ്. കാരണം എൻ്റെ പള്ളി വളരട്ടെ, എൻ്റെ പള്ളി ഉയരട്ടെ. പക്ഷെ എൻ്റെ വാഗുണ്ട് അറിഞ്ഞും അറിയാതെയും എന്തെങ്കിലും പറഞ്ഞാൽ, ദൈവമേ, ഞാൻ കുമ്പസാരിച്ച് കുർബാന കൊണ്ട് അനേകരെ എൻ്റെ ജീവിതം യാഗമായി അത് മാറ്റും. അവിടെയാണ് നമ്മൾ ആ വരി മറന്നു പോകരുത്. മശിഹ സഭയ്ക്ക് വേണ്ടി സ്വന്തം പ്രാണനെ സമർപ്പിച്ചതുപോലെ ഭാര്യ ഭർത്താക്കന്മാരെ ജീവനെ ത്യജിക്കുന്നതാണ് നമ്മുടെ കുടുംബജീവിതവും. ഞാൻ പറഞ്ഞു വന്നത്, യേശുക്രിസ്തു കാൽവറിയിൽ യാഗമായി. അതാണ് വിശുദ്ധ കുർബാന. ഞാൻ വരുന്നത് വരെയും ടേക്കൺ ടു ബി ബ്രോക്കൺ എന്ന പോയിന്റിൽ ഞാൻ പറഞ്ഞ കുർബാനയെക്കുറിച്ചാണ്. ഞാൻ വരുന്നത് വരെയും എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി നിങ്ങളിത് ചെയ്യണം. ഞാൻ ഇടയ്ക്ക് പറഞ്ഞു വരികയും, ഈ കുർബാന കൊള്ളുമ്പോൾ ആ ദൈവിക പ്രകാശം കിട്ടാൻ എന്ത് വേണമെന്നറിയാമോ? അതിന് ചേർന്നൊരു വാക്യം പഠിക്കണം. ഇയ്യോബ് 8:5, 6, 7. നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്യുമ്പം നീ നിർമ്മലനും നേരുള്ളവനുമാണെങ്കിൽ അവനിപ്പോൾ നിന്റെ അടുക്കിലേക്ക് ഉണർന്നു വരും. നിന്റെ നീതിയുള്ള വാസസ്ഥലത്തെ യഥാസ്ഥാനമാക്കും. നിന്റെ പൂർവ്വസ്ഥിതി ലഘുവായിരിക്കും, നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. പലർക്കും കുർബാനയ്ക്ക് വരുമ്പം അങ്ങ് ബോറടിക്കുന്നതും അലക്ഷ്യമായി പോകുന്നതിന് മെയിൻ കാരണം നമ്മുടെ ശ്രദ്ധ ഇവിടെ അല്ല. നിങ്ങൾ നാളെ മുതൽ ഒരകക്കണ്ണുകൊണ്ട് കുർബാന കണ്ടേ. ശ്യാംജി അച്ഛനെ കാണരുത്. കാരണം കുർബാനയ്ക്ക് നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ മുഖം കാണാൻ ഒരിക്കലും പറ്റില്ല. കുർബാന പടിഞ്ഞാറോട്ട് കൊണ്ടുവരും, മുഖം മറച്ചു തരണമെന്നാണ് പറയാൻ വേണ്ടിയാണ് താഴ്ത്തി പിടിക്കുന്നത്. ഏവൻഗേലുവൻ പടിഞ്ഞാറോട്ട് വായിക്കാൻ കൊണ്ടുവരുമ്പോഴും മുഖം മറച്ചുകൊണ്ടാണ് വരുന്നത്. ഇവിടെ ആരുടെ മുഖം കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ ആരാധനയ്ക്ക് പറ്റിയിരിക്കുന്ന ഈ ഒരു അബദ്ധമുണ്ട്. കുർബാന തുടങ്ങി തീരുന്നത് വരെയും നിന്നിട്ട് അത്യാവശ്യം തുബ്ദേനും പഴമയ്ക്കും പ്രസംഗത്തിനും ഇരിക്കും. ഇപ്പം നമ്മുടെ മാമോദിസ ആയാലും കല്യാണമായാലും ശവസംസ്കാരമായാലും നമ്മുടെ അച്ഛന്മാർ തന്നെ പറയുന്നത് കണ്ടിട്ടുണ്ട്,
പരിശുദ്ധ ഏവൻഗേലിയോൻ വായിക്കുന്നു. എല്ലാവർക്കും എഴുന്നേൽക്കാം. ഈ കലാഭവൻ്റെയൊക്കെ നാടകം തുടങ്ങും പറയും, അടുത്ത ഒരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുന്നു. അങ്ങനെ ഏവൻഗേലിയോൻ എഴുന്നേൽക്കുന്ന ഒരു ശൈലിയാണെന്ന് വെച്ചാൽ അല്ല. നമസ്കാരം മുതൽ കൗമ ചൊല്ലും, പിന്നെ തിരുമേനിമാരും അച്ഛന്മാരും നിൽക്കും ഇരുന്നിട്ട് ഏവൻഗേലിയോൻ എഴുന്നേൽക്കുന്ന ട്രഡീഷൻ ഇല്ല നമുക്ക്. ഇത് എവിടുന്ന് വന്നെന്നറിയത്തില്ല. വയ്യാത്തവരങ്ങ് ഇരുന്നു. വൈദികരോടൊപ്പം ഒരുമിച്ചില്ലേ നമസ്കരിക്കേണ്ടത്, ഒരുമിച്ചില്ലേ കുർബാനയ്ക്ക് നിൽക്കേണ്ടത്. ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇരുന്നിട്ട് തിരുവചനം വായിക്കുമ്പോൾ എഴുന്നേൽക്കേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ആദ്യോടെ അവസാനം വരെയും ആ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പിന്നെ ചേർന്ന് പഠിക്കണം. കഷ്ടപ്പെട്ട് നമസ്കരിക്കരുത്, കഷ്ടപ്പെട്ട് കുമ്പിടരുത്, കഷ്ടപ്പെട്ട് നോയമ്പെടുക്കരുത്. പിന്നെന്ത് ചെയ്യണം? ഇഷ്ടപ്പെട്ട് കുമ്പിടണം, ഇഷ്ടപ്പെട്ട് പള്ളിയിൽ വരണം, ഇഷ്ടപ്പെട്ട് നോയമ്പ് നോക്കണം. അങ്ങനെ വരുമ്പോഴാണ് ആ ദൈവിക സന്തോഷം ടേക്കൺ ടു ബി ബ്രോക്കൺ. യേശുക്രിസ്തു കാൽവറിയിൽ യാഗമായത്, പിതാവേ ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവരെയും സത്യത്തിൽ ഒന്നാക്കി തീർക്കണമേ. അതിൻ്റെ ഗുണമാണ് നിന്നെ ഞാൻ ഒരിക്കലും തള്ളിപ്പറയില്ല എന്ന് പറഞ്ഞ പത്രോസ് ശ്ലീഹ യേശുവിനെ തള്ളിപ്പറഞ്ഞു. പക്ഷേ ഉദ്ധാനത്തിന് ശേഷം യേശു പറഞ്ഞു, നീ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീറോ ചക്രവർത്തിയുടെ പീഡന സമയത്ത് യേശുവിൻ്റെ സാക്ഷ്യം വിളിച്ചു പറഞ്ഞപ്പോൾ നീറോ പത്രോസിനോട് പറഞ്ഞു, നിന്റെ കർത്താവ് ഉയർത്തുന്ന നീ വിളിച്ചു പറയരുത്. പത്രോസ് പറഞ്ഞു, ഞാൻ പറയും, പറഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലും. കൊല്ലണം. എങ്ങനെ കൊല്ലണം? എൻ്റെ യേശുവിൻ്റെ പാദം ചുംബിക്കത്തക്കവണ്ണം എന്നെ തലകീഴായി കൊല്ലണം. അതുകൊണ്ടാണ് സഹദേന്മാരുടെ എല്ലാം ജീവിതം നോക്കി, സഹദേന്മാരെ മുന്തിരിതൻ കുലയെന്ന വിധം ന്യായാധിപരെട്ടു പിഴിഞ്ഞൂരുതിരം ധരയിൽ ഒഴുക്കിയ ഹോബലിയായോരെ മുടിയണിയിച്ചതിപതി ദൈവം ഹാലേലുയ്യ വിശ്രുതരാക്കി പാണിതലത്തിൽ പാവന സഭയെ സ്ഥാപിച്ചോൻ ധന്യൻ. ആധാരത്തിന് നിബിസ്ലീഹന്മാർ സഹദേരെ നിർത്തി കൂട്ടിച്ചേർത്തോരും മർത്യകുലൻ രാവും പകലും തിരുസഭയിൽ സ്തുതി പാടിയിടുന്നു. യേശുവിനോടൊപ്പം ജീവിക്കുന്നവർ, യേശുവിന് വേണ്ടി വാഴുന്നവർ കഷ്ടപ്പാടും പ്രയാസങ്ങളും ടേക്കൺ ടു ബി ബ്രോക്കൺ, മുറിയുന്ന ജീവിതം, പീഡനം അനുഭവിക്കുന്ന ജീവിതം, അത് കുടുംബജീവിതമായിട്ടൊന്ന് ബന്ധപ്പെടുത്തി പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കാം. മറന്നു പോകരുത്, നമുക്ക് ദൈവം തന്ന ഭാര്യ, ദൈവം തന്ന മക്കൾ, ദൈവം തന്ന ഭർത്താവ് എന്നാ വിവാഹ കൂദാശ അവസാനിക്കുന്നത്? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? വിവാഹ കൂദാശ അവസാനിക്കുന്ന എപ്പോഴാണ്? രജിസ്റ്ററിൽ ഒപ്പിടുമ്പോഴാണോ ഭക്ഷണം കഴിക്കുമ്പോഴാണോ? രണ്ടുപേരിൽ ഒരാൾ മരിക്കുമ്പോഴാണ്. ഇരുമയല്ല വരി ധരമേലൊരു നാളും ഏക ശരീരം പോൽ വാഴണമെന്നാളും ആദിയിൽ അഖിലേശൻ നരനെ സൃഷ്ടിച്ചു. അവനൊരു സഖിയുണ്ടായി, അവനൊരു തുണയുണ്ടായി. മണവാളൻ്റെ മണവാട്ടിയുടെയും കൈ പിടിച്ചിട്ട് അതിൻ്റെ അടിയിൽ അച്ഛൻ്റെ കൈ കൂടെ വെക്കും അല്ലേ? എന്നിട്ട് അവിടെ പറയുന്ന 5 വരി കേട്ടിട്ടുണ്ടോ? മക്കളെ, നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ജീവമേശ, ടേക്കൺ ടു ബി ബ്രോക്കൺ. മുറിക്കുന്ന അപ്പം, ആ ഒരുക്കുന്ന ത്രോണോസും ജീവമേശയും മറക്കരുത്. മക്കളെ, നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ജീവമേശ, 2 സ്ലീബ. മണവാളൻ തൻ മകുടം തിരുമുൾമുടിയോട് സദൃശ്യം. ജീവമേശ, സ്ലീബ, വെടിപ്പുള്ള ഏവൻഗേലിയോൻ. പിന്നെ പറയുന്നുണ്ട്, ഈ ജനക്കൂട്ടം ഹൃദയവിചാരങ്ങൾ അറിയുന്ന ദൈവസന്നിധിയിലാകുന്നു നിങ്ങൾ നിൽക്കുന്നെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പിൻ. എനിക്ക് ദൈവം തന്ന ഭാര്യ, ദൈവം തന്ന ഭർത്താവ്, മക്കളെ പൊന്നുപോലെ ഒരിക്കലും കണ്ടീഷൻ വ്യവസ്ഥ വെച്ച് ഭാര്യ ഭർത്താക്കന്മാർ സ്നേഹിക്കരുത്. ഇപ്പോഴും എനിക്ക് എത്രയോ പേരെ അറിയാം. ഭാര്യയുടെ ഏത് സ്വഭാവമാണെങ്കിലും ഭർത്താവിൻ്റെ ഏത് സ്വഭാവമായാലും എനിക്ക് സാക്ഷ്യമുള്ളത് എൻ്റെ പള്ളിയോടാണ്, എനിക്ക് സാക്ഷ്യമുള്ളത് മദ്ബഹായോടാണ്. നിലവിളക്കിന് മധ്യസ്ഥമായി ഈ പുരോഹിതൻ എൻ്റെ കരം പിടിച്ച് എന്നെ യോജിപ്പിച്ചപ്പോൾ മോതിരം വാഴ്വിന് പാടിയില്ലേ, അപരനെ നീ മോഹിക്കാത്തതിനാൽ നിന്നെ ഞാനും കൈവെടിയില്ല ലോകത്തിനവസാനത്തിൽ പാരും വാനുമഴിഞ്ഞാലും വാഴും നിയാപത്തന്നെ. എനിക്ക് വലിയ ആഗ്രഹം, ഇവിടെ 2 നന്നായിട്ട് പാടുന്ന കൊയറിലെ മുതിർന്നവരുണ്ടല്ലോ, ഒരു 50 പേര് നിന്ന് ഒരു കല്യാണത്തിന്, തിരുമേനിയൊന്നും ഉണ്ടോയില്ലേലും നിരന്ന് നിന്ന് സൗണ്ട് കുറച്ചൊന്ന് പാടി നോക്കി. എന്നാ സുഖമായിരിക്കും, എന്നാ അർത്ഥമാണെന്നറിയാമോ?
നമ്മുടെ സഭയുടെ ഓരോ പാട്ടുകളും ഓരോ കൂതാശകളും എന്നാ സുഖമാണ്. ആ ദൈവിക ലിറ്റർജി തിരിച്ചറിഞ്ഞാൽ ഈ സഭ വിട്ട് ആരും പോകത്തില്ല. ഇതിനെ ആരും കബളിപ്പിക്കാൻ പറ്റത്തുമില്ല. നോക്കി, ആരെല്ലാം കളിയാക്കി, എന്തെല്ലാം ആക്രമിച്ചു. പക്ഷെ ആക്രമിച്ചവർ തന്നെ തിരിച്ചടിച്ചിട്ടുള്ളൂ, തിരിച്ചടി കിട്ടിയിട്ടുള്ളൂ. ഈ ദൈവികമായ സഭയുടെ വിശ്വാസം തിരിച്ചറിഞ്ഞിട്ട് ഞാനീ പറഞ്ഞ 3 പോയിന്റുകൾ, വാക്യം ഇതാണ്, എബ്രായ ലേഖനം 12:5. പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും തമ്മിൽ അവയവങ്ങളുമാണ്. അതിനായി 3 ആശയം. കോൾ ടു ബി യുണൈറ്റഡ്, ഒന്നാകാൻ വിളിക്കപ്പെടണം. നീഡ് ടു ബി സാങ്ക്ടിഫൈഡ്, ഒന്നാകാൻ വിശുദ്ധീകരിക്കപ്പെടണം. 3 ടേക്കൺ ടു ബി ബ്രോക്കൺ, ഒന്നാകാൻ മുറിക്കപ്പെടണം. ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ അതിന് നമ്മളെ സഹായിക്കുമാറാകട്ടെ.